السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കശ്ഫ് ശുബ്ഹാത്ത് എന്ന പുസ്തകത്തിലെ 5, 6, 7 സംശയങ്ങൾ, അതായത് ഖുബൂരികൾക്കുണ്ടാകുന്ന സംശയങ്ങൾ വിശദീകരിച്ചു. 8ാമത്തേത് തുടങ്ങുകയും ചെയ്തു. അതിന്റെ കുറച്ച് ആദ്യ ഭാഗം വായിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവരോ ഇനി 1-2 ആഴ്ച കഴിഞ്ഞുകൊണ്ട് മറക്കാൻ സാധ്യതയുള്ളതിന്റെ ചുരുക്കം പറയാം. കഴിഞ്ഞ ആഴ്ച വായിച്ചതിന്റെ, അതായത് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകൾ ഉന്നയിക്കുന്ന സംശയം, വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നതാണ് ശിർക്ക്. ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല. അപ്പൊ ഈ പ്രതിമകൾ അല്ലെങ്കിൽ പ്രതിഷ്ഠകൾ, ഈ അമ്പലത്തിലും ചർച്ചിലും ഒക്കെ കാണുന്നത് പോലുള്ള ഏതെങ്കിലും ആളുകളുടെ രൂപങ്ങളിൽ ഉണ്ടാക്കി വെച്ച പ്രതിമകൾ, അത്തരം പ്രതിമകളെ ആരാധിക്കുന്നത് ശിർക്കാവുകയുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഉള്ള വസ്തുക്കളെ ആരാധിക്കുന്നവരല്ല എന്നതാണ് 8ാമത്തെ സംശയം. അതിന് ഷെയ്ഖ് നൽകിയിട്ടുള്ള മറുപടി, ഈ പറയുന്ന ആളോട് എന്താണ് വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അവനോട് ചോദിച്ചു നോക്കുക, അതിന്റെ അർത്ഥം എന്താണ്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ അവർ ആരാധിച്ചത് കല്ലുകളെയോ മരങ്ങളെയോ മാത്രമല്ല, ആ കൂട്ടത്തിൽ അവയും ഉണ്ടായിരുന്നു. അപ്പൊ ആ കല്ലുകളും മരങ്ങളുമൊക്കെ സൃഷ്ടിക്കുകയും റിസ്ക് നൽകുകയും പ്രാർത്ഥിക്കുന്നവന്റെ, ദുആ ചെയ്യുന്നവന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യും എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നുവോ? അതായത് ഈ കല്ലും മരവും ഇതുകൊണ്ടാണല്ലോ പ്രതിഷ്ഠകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് അവൻ പറയുന്നതെങ്കിൽ അവന്റെ വാദത്തെ ഖുർആൻ കളവാക്കുകയാണ്. കാരണം ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഖുർആനിലെ ആയത്തുകളിൽ നിന്ന് ഇപ്പണിയൊക്കെ ആരാ ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നത് ആരാണ്, റിസ്ക് ആരാ നൽകുന്നത്, നിയന്ത്രണം ആരുടെ വകയാണ് എന്ന് ചോദിച്ചാൽ അവർ തന്നെ അള്ളാഹുവാണ് അതൊക്കെ ചെയ്യുന്നത് എന്ന് ഉറപ്പായും അവർ പറഞ്ഞതായി ഒരുപാട് ആയത്തുകളിൽ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കല്ലും മരവും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ ബിംബങ്ങൾ, അവ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യും എന്ന് മക്കയിലെ മുശ്രിക്ക് വിശ്വസിച്ചിട്ടില്ല. അതാണ് അവൻ പറയുന്നതെങ്കിൽ അവന്റെ വാദം ഖുർആനെതിരാണ്. ഇനി അതല്ല, അവൻ പറയുന്ന മറുപടി, ഈ കല്ലുകളെയും മരങ്ങളെയും, അല്ലെങ്കിൽ കല്ലുകൾ മരങ്ങൾ എന്നാൽ കല്ലുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കപ്പെട്ട ഈ പ്രതിഷ്ഠകളെ അവർ ഉദ്ദേശിച്ച് ചെല്ലുകയും എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി അറവ് നടത്തുകയും നേർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിലേക്ക് അവർ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്. അവരുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് നൽകാനും ഞങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളെ അള്ളാഹു തടുക്കാൻ വേണ്ടിയുമാണ് എന്നാണ് അവൻ പറയുന്നതെങ്കിൽ അവനോട് നിനക്ക് പറയാം. ആരോട്? ഈ ഖുബൂരികളെപ്പോലെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന ആളുകളോട്, തൗഹീദുള്ള ഒരാൾക്ക് പറയാം, നീ പറഞ്ഞത് ശരിയാണ്. ശരിയാണെന്ന് പറഞ്ഞാൽ കല്ലിനെയോ മരത്തെയോ അല്ല ജാഹിലിയത്തിലെ ആളുകൾ ആരാധിച്ചത്, മറിച്ച് അവ ഏതൊരു മരിച്ചുപോയ സാലിഹായ ആളെ പ്രതിനിധീകരിക്കുന്ന ബിംബമാണോ പ്രതിഷ്ഠയാണോ ആ ആളെയാണ് ഉദ്ദേശിച്ചത്. അവരോടാണ് അവർ ചോദിച്ചത്, അവർക്കാണ് അവർ നേർച്ചയാക്കിയത്, അവർക്ക് വേണ്ടിയാണ് അറുത്തത്, അവരോടാണ് ദുആ ചെയ്തത് എന്നാണ് അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ ആളുകളോട് മറ്റും ദുആ ചെയ്യുന്നവൻ നൽകുന്ന മറുപടിയെങ്കിൽ അപ്പൊ അവനോട് പറയാ, നീ പറഞ്ഞത് ശരിയാണ്. കാരണം ഈ കല്ലുകൊണ്ടോ മരം കൊണ്ടോ നിർമ്മിക്കപ്പെട്ട വെറും ബിംബങ്ങളെയോ പ്രതിഷ്ഠകളെയോ അല്ല ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ ആരാധിച്ചത്, മറിച്ച് ആ രൂപങ്ങൾ ആരുടേതാണോ, ആരെ പ്രതിനിധീകരിക്കുന്നുവോ അവരോടാണ് ദുആ ചെയ്തത്. എങ്കിൽ അത് ശിർക്കാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പണിയും ശിർക്കാണ്. അപ്പൊ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ, ഒരു ബിംബം മുന്നിൽ ഉണ്ടാകണമെന്നില്ല, മറിച്ച് നിങ്ങൾ ചെയ്യുന്ന പണി അവർ ചെയ്ത അതേ പണിയാണ്. അവർ അവയോട് ആരാധിച്ചു, അല്ലെങ്കിൽ അതിന്റെ ആരുടേതാണോ ആ പ്രതിഷ്ഠകൾ, ബിംബങ്ങൾ, അവരോട് ആരാധിച്ചു. നിങ്ങൾ ചെയ്യുന്നതും ഖബറിനോട് ആരാധിക്കുകയാണ്. ആ ഖബറിനെയല്ല നിങ്ങൾ ആരാധിക്കുന്നത്, ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആളെയാണ്. അതുകൊണ്ട് തന്നെ വഹാദ ഹുവ ഫീലുക്കും ഇൻദൽ അഹ്ജാർ വൽ ബിനാ അല്ലദി അലൽ ഖുബൂരി വഗൈരിഹ. ഖബറിന്റെ മുകളിലും അല്ലാതെയുമൊക്കെ നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങളിലും ഈ കല്ലുകൾക്കടുത്തും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന, മരിച്ചവരോട് പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ ചെയ്യുന്ന പണി ജാഹിലിയത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ ചെയ്ത അതേ പണിയാണ്.
വഹാദാ അഖറ അന്ന ഫീലഹും ഹാദാ ഹുവ ഇബാദത്തുൽ അസ്നാം. ഈ കാര്യം അവൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്തായി? അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയും വിഗ്രഹാരാധന പോലെ ശിർക്കാണ് എന്ന് അവൻ അംഗീകരിക്കലാണ് ഇവന്റെ ഈ ഉത്തരം കൊണ്ട് കിട്ടുന്നത്. വഹുവൽ മത്ലൂബ്. ഇങ്ങനെ ഒരു മറുപടി അവനിൽ നിന്ന് കിട്ടുക, അവൻ ചെയ്യുന്നത് ശിർക്കാണെന്ന് അവനെ കൊണ്ട് തന്നെ അംഗീകരിപ്പിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം. ഇതിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് അത്രമാത്രം പറഞ്ഞിട്ടുള്ളൂ. ഇനി വയുഖാലു ലഹു ഐദൻ. അപ്പൊ ഈ ചോദ്യം സംശയം ചോദിക്കുന്നവനോട് രണ്ട് ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. രണ്ടിൽ ഒരു ഉത്തരം പറഞ്ഞാൽ ഒരു ഉത്തരം അവൻ നൽകുന്ന ഉത്തരം കല്ലിനെ മാത്രമാണ് അല്ലെങ്കിൽ പ്രതിഷ്ഠകളെയാണ് ആരാധിച്ചത് എന്ന് പറഞ്ഞാൽ അത് കളവാണ്. ഖുർആൻ അത് അംഗീകരിച്ചിട്ടില്ല. രണ്ടാമത് പറഞ്ഞതാണെങ്കിൽ കല്ലിനെയും മരങ്ങളെയും അത് ആർക്കു വേണ്ടി ആരെ ഉദ്ദേശിച്ച് നിർമ്മിച്ചുവോ അവരോട് പ്രാർത്ഥിച്ചു എന്നതാണെങ്കിൽ അതേ പണിയാണ് നിങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്ക് മുമ്പിൽ രൂപങ്ങളില്ല, പക്ഷേ ആളുകൾ കവറിന്റെ ഉള്ളിലുണ്ട്. രണ്ടും ഒരേ പണിയായതുകൊണ്ട് വിഗ്രഹത്തെ ആരാധിച്ചത് ശിർക്കാകുന്നത് പോലെ തന്നെ ഖബറിനെ ആരാധിക്കുന്നതും. ഇനി അതല്ല, അതുപോലെ ഏതെങ്കിലും വള്ളിയെയോ മരങ്ങളെയോ കല്ലോ ആരാധിച്ചാൽ അതും ശിർക്കാണ്. അടുത്ത മറുപടി എന്താ? വയുഖാലു ലഹു ഐദൻ ഖൗലുക അശ്ശിർകു ഇബാദത്തുൽ അസ്നാം ഹൽ മുറാദുക അന്ന ശിർക മഖ്സൂസുൻ ബിഹാദാ വഅന്നൽ ഇഅ്തിമാദ അല സ്സാലിഹീന വദുആഅഹും ലാ യദ്ഖുലു ഫീ ദാലിക്. ഇനി രണ്ടാമത് ഈ ചോദ്യം ചോദിച്ചാലോട് അങ്ങോട്ട് ചോദ്യമായിട്ടാണ് മറുപടി. എന്താണ്? ശിർക്ക് എന്ന് പറഞ്ഞാൽ പ്രതിമകളെ ആരാധിക്കുക എന്നത് മാത്രമാണ് എന്ന് നിനക്ക് വാദമുണ്ടോ? പ്രതിമകളെ ആരാധിക്കുക എന്നത് മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ സാലിഹീങ്ങളെ അവലംബിക്കുകയും അവരോട് ദുആ ചെയ്യുകയും, അതായത് മരിച്ചു കിടക്കുന്ന ആളുകളോടോ ഇനി ജീവിച്ചിരിക്കുന്ന സാലിഹീങ്ങളായ ആളുകളോട് അവരുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങൾ ചോദിച്ച് അവരോട് ദുആ നടത്തുകയോ ചെയ്യുന്നത് ശിർക്കിൽ പെടുകയില്ല. പ്രതിമകളോട് ആരാധിക്കുന്നത് മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്ന് നീ പറയുന്നുണ്ടോ എന്നൊരു ചോദ്യം അവനോട് ചോദിക്കുക. ഫഹാദാ യറുദ്ദുഹു മാ ദക്കറല്ലാഹു ഫീ കിതാബിഹി മിൻ കുഫ്രി മൻ തഅല്ലഖ അലൽ മലായികതി ഔ ഈസ അവി സ്വാലിഹീൻ ഫലാ ബുദ്ദ അൻ യുഖിറ ലക അന്ന മൻ അശ്റക ഫീ ഇബാദത്തില്ലാഹി അഹദൻ മിനസ് സ്വാലിഹീന ഫഹുവ ശിർക്കുൽ മദ്കൂറു ഫിൽ ഖുർആൻ. അപ്പോ ഈ ചോദ്യം ചോദിച്ചാൽ അവൻ അല്ല എന്ന് മറുപടി പറഞ്ഞാൽ മരിച്ചവരോട് ദുആ ചെയ്യുന്നത് ശിർക്കിൽ പെടുകയില്ല, വിഗ്രഹങ്ങളോട് ദുആ ചെയ്ത് മാത്രമേ ശിർക്കിൽ പെടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവനോട് പറയാനുള്ള മറുപടി എന്താ? അവന്റെ ഇല്ല എന്ന വാദത്തെ ഖണ്ഡിക്കുന്നത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മലക്കുകൾ, അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെ ലാത്ത ഉസ്സ മനാത്ത വദ്ദ് സുവാ യഗൂത്ത് യൗഖ് നസ്ർ തുടങ്ങിയിട്ടുള്ള അവരിൽപ്പെട്ട സാലിഹീങ്ങളായ ആളുകളും അല്ലാത്ത വ്യക്തികളും ഇവരെയൊക്കെ ഈ ആളുകൾ ആരാധിച്ചിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഖുർആൻ ശിർക്ക് എന്ന് പറഞ്ഞത് കല്ലുകൊണ്ടോ മരം കൊണ്ടോ നിർമ്മിക്കപ്പെട്ട വിഗ്രഹങ്ങളെയോ പ്രതിഷ്ഠകളെയോ മാത്രം ആരാധിക്കുന്നതിനെയല്ല. ഈസാ നബിയെ ആരാധിച്ച ആളുകൾ ചെയ്ത പണി കുഫ്ര ശിർക്കാണെന്നും അവർ മുശ്രിക്കുകളാണെന്നും അവരിൽ കുഫ്ർ സംഭവിച്ചിട്ടുണ്ടെന്നും ആ പദം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കഫറു, അവർ അവിശ്വാസികളായിരിക്കുന്നു. അതുപോലെ മലക്കുകളെ ആരാധിച്ചവരെ കുറിച്ചും ഖുർആൻ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. സാലിഹീങ്ങൾ, നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ട ആരാധ്യ വസ്തുക്കൾ അതെന്തായിരുന്നു? അതതിന്റെ മുമ്പ് ജീവിച്ചിരുന്ന സാലിഹീങ്ങളായ മനുഷ്യരായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ അതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് നേരത്തെ ക്ലാസ്സുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ആ നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ കല്ലും മരവും മാത്രമല്ല, ഈ പറഞ്ഞ ഔലിയാക്കളായ സ്വാലിഹീങ്ങളായ ആളുകളെ ആരാധിച്ചവർ ചെയ്ത പണി ശിർക്കാണെന്ന് പഠിപ്പിക്കാനാണ് നൂഹ് നബിയെ അള്ളാഹു തആല നിയോഗിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. കല്ലും മരവും ഒന്നുമല്ലാത്ത, പ്രതിഷ്ഠകളല്ലാത്ത വ്യക്തികളെ, മലക്കുകളെ, പ്രവാചകന്മാരെ ആരാധിച്ചത് കുഫറിൽപ്പെട്ട കാര്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം പറയുമ്പോൾ ഈ വാദമുന്നയിക്കുന്ന ആൾക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ പിന്നെ അവൻ അംഗീകരിക്കേണ്ടി വരും. എന്ത്? അന്നമൻ അശ്റക ഫീ ഇബാദത്തില്ലാഹി അഹദൻ മിനസ് സ്വാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട ആരെയെങ്കിലും അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ഇബാദത്താകുന്ന കാര്യത്തിൽ പങ്കുചേർത്താൽ വഹുവ ശിർക്കുൽ മദ്കൂറു ഫിൽ ഖുർആൻ, അതാണ് ഖുർആനിൽ പറയപ്പെട്ട ശിർക്ക്. ഇതവൻ അംഗീകരിക്കേണ്ടി വരും. കാരണം ഈസാ നബിയെ ആരാധിച്ചവരെ കുറിച്ച് ശിർക്കും കുഫറും അള്ളാഹു പറഞ്ഞിട്ടില്ല എന്ന് ഖുർആൻ ഒന്നും ഒരാൾക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ട ആളുകൾ സാലിഹീങ്ങളല്ല എന്ന് സഹീഹുൽ ബുഖാരി വായിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥം വായിക്കുന്ന, തഫ്സീർ വായിക്കുന്ന ഒരാൾക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയുകയില്ല.
മലക്കുകളെ ആരാധിച്ചിരുന്നു എന്നുള്ളതും നിഷേധിക്കാൻ സാധ്യമല്ല. ഇവയൊന്നും വെറും കല്ലും മരവുമല്ല, സാലിഹീങ്ങളെയാണ് ആരാധിച്ചത്. അപ്പൊ പ്രതിഷ്ഠകളെ ആരാധിക്കുന്നതും ശിർക്കാണ്, സാലിഹീങ്ങളെ ആരാധിക്കുന്നതും ശിർക്കാണ് എന്നവൻ അംഗീകരിക്കേണ്ടി വരും. അതോടുകൂടി അവന്റെ വാദം പൊളിയുന്നു. അപ്പൊ നോക്ക്, ഇന്ന് നമ്മുടെ കാലഘട്ടത്തിൽ ഉള്ള ആളുകളുടെ വാദവും ഇതൊക്കെ തന്നെയാണ്. ഇത് മുമ്പും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ശിർക്കാവുകയുള്ളൂ, സാലിഹീങ്ങളെ ആരാധിച്ചാൽ ശിർക്കാവുകയില്ല. അല്ലെങ്കിൽ സാലിഹീങ്ങളെ അവലംബിക്കുക എന്ന് പറയുന്നത് ശിർക്കല്ല. ഇതിന്റെ മുമ്പുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച 3 കാര്യങ്ങളിൽ ഒന്ന് അതാണ്. അപ്പൊ ഈ ചോദ്യവും അല്ലെങ്കിൽ സംശയവും അതിന് ശേഖ് നൽകിയ മറുപടിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ശിർക്ക് എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും ആരാധിക്കുക എന്നത് മാത്രമല്ല. അതിൽ മാത്രം ശിർക്കിനെ പരിമിതപ്പെടുത്താൻ പാടില്ല. അങ്ങനെ ഒരുത്തൻ പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ ഖുർആനിൽ വന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുമായ കാര്യങ്ങൾ അവൻ കളവാക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കാരണം ഖുർആൻ അങ്ങനെ പരിമിതപ്പെടുത്തിയിട്ടില്ല. മറിച്ച് വിശുദ്ധ ഖുർആനിലും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വിഗ്രഹങ്ങളെ പ്രതിഷ്ഠകളെ ആരാധിക്കുക എന്നതല്ലാത്ത മറ്റൊരുപാട് കാര്യങ്ങൾ ശിർക്കാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ സാലിഹ്യങ്ങൾക്ക് പുറമെ ഇപ്പൊ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ ആരാധിച്ചിരുന്ന ആരാധ്യന്മാർക്ക് വേണ്ടി നേർച്ചകൾ നടത്തിയത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. കൃഷി ഉൽപ്പാദിപ്പിച്ചാൽ അല്ലെങ്കിൽ മൃഗങ്ങൾ പ്രസവിച്ചാൽ അതിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം അവർ ദുആ ചെയ്യുന്ന ഈ ആരാധ്യ വസ്തുക്കൾക്ക് നേർച്ചയാക്കുകയും കുറച്ചു ഭാഗം അള്ളാഹുവിന് നേർച്ചയാക്കുകയും അള്ളാഹുവിന് നേർച്ചയാക്കിയത് ചിലപ്പോൾ വകുപ്പ് മാറ്റി അങ്ങോട്ട് ചെലവാക്കുകയും എന്നാൽ ഈ ആരാധ്യ വസ്തുക്കൾക്ക് നേർച്ചയാക്കിയതിനെ അള്ളാഹുവിന്റെ കാര്യത്തിലേക്ക് ഇങ്ങോട്ട് മാറ്റാതിരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അറവ് നടത്തുന്നത്, ഇങ്ങനെ പല വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പരിശോധിച്ചാലും മരങ്ങൾ കൊണ്ട് ബറക്കത്തെടുക്കുന്നത്, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇല്ല എന്ന് പറയേണ്ടി വരും. അതില്ലെന്ന് പറഞ്ഞാൽ ഖുർആനിനെയും ഹദീസിനെയും അല്ലെങ്കിൽ അതിൽ പറഞ്ഞ കാര്യങ്ങളെ കളവാക്കി എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ശിർക്ക് എന്ന് പറയുന്നത് ഈ വിഗ്രഹങ്ങളെ പ്രതിമകളെ ആരാധിക്കുക എന്നതിന് പുറമെ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക്, അത് നബിമാരായാലും മലക്കുകളായാലും സാലിഹ്യങ്ങളായാലും ആ ആളുകളിലേക്ക് അഭയം തേടുക എന്ന് പറയുന്നതും ശിർക്കാണ്. ആ അർത്ഥത്തിൽ മരിച്ചുപോയവരാകട്ടെ അല്ലാത്തവരാകട്ടെ ഏതെങ്കിലും സൃഷ്ടികളെ അവരോട് ദുആ ചെയ്യുകയും അവരെ അവലംബിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതും ശിർക്കാകും എന്നതാണ് ഇതിൽ നിന്ന്, ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിലും ഷെയ്ഖിന്റെ കാലഘട്ടത്തിലുള്ളതുപോലെ തന്നെ ഇതേ വാദക്കാരും ഇതേ പ്രവൃത്തി ചെയ്യുന്നവരും ഉണ്ട് എന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്നിട്ട് ഷെയ്ഖ് വീണ്ടും പറയാൻ, വസിറുൽ മസ്അലത്തി അന്നഹു ഇദാ ഖാൽ അന ലാ ഉശ്രികു ബില്ലാഹ്. ഇനി ഈ പറഞ്ഞ ചോദ്യവും മറുപടിയും അല്ലെങ്കിൽ ഈ സംശയം, അതിന് പറയപ്പെട്ട മറുപടി, ഇതിന്റെ അകക്കാമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരുത്തൻ പറയുന്നു ഞാൻ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നില്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകളും പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യാനികളും പറയുന്നത് അവരുടെ വിശ്വാസപ്രകാരം 3 എണ്ണം കൂടിച്ചേർന്നതാണ് തൗഹീദ്. അപ്പൊ പിന്നെ ശിർക്കല്ല. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് 3 കൂടി ചേർന്നതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ആ ദൈവത്തെ ആരാധിച്ച ശിർക്കല്ല. പിന്നെ ക്രിസ്ത്യാനികൾക്ക് പോലും തിരിഞ്ഞത്ര നമ്മുടെ നാട്ടിലുള്ള ഈ ശവത്തെ ആരാധിക്കുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ഈ മാസം തന്നെ ഈ മാസം പത്രങ്ങളിൽ വന്ന ഒരു വാർത്ത ഉണ്ട്. അതെന്താണ്? ഇപ്പം നിലവിലുള്ള പോപ്പിന്റെ ഒരു പ്രസ്താവനയാണ്. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മതവിധി. അതെന്താണ്? ഇതിന്റെ മുമ്പ് കഴിഞ്ഞു പോയ 2 പോപ്പുമാരും 2 എതിർക്കുകയും അതിന്റെ മുമ്പുണ്ടായിരുന്ന ഒരു പോപ്പ് ചെയ്യുകയും ചെയ്ത ഒരു കാര്യം ഇപ്പോഴത്തെ പോപ്പ് തിരുത്തി. അതെന്താണെന്ന് പറഞ്ഞാൽ കന്യാമറിയത്തെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സഹായിക്കുന്ന വിഷയത്തിൽ ഒരു സഹായിയായി ഉപസഹായിയായി സ്വീകരിക്കാൻ പാടില്ല മറിയത്തെ. അത് തെറ്റായ വിശ്വാസമാണ് എന്ന് ഇപ്പോഴത്തെ പോപ്പ് പറഞ്ഞു. അതെന്താ? പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അതായത് പിതാവ് എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസപ്രകാരം അള്ളാഹു, പരിശുദ്ധാത്മാവ് ജിബ്രീൽ, പുത്രൻ എന്നാൽ ഈസാ നബി, ഇത് 3 കൂടിയതാണ് ദൈവം. ഇതിൽ മനുഷ്യവർഗത്തെ മോചിപ്പിക്കാൻ വേണ്ടി വന്ന ആളാരാ? അത് ഈസാ നബിയാണ്. ഈസാ നബിയാണ് മനുഷ്യവർഗത്തെ ഒന്നായി മോചിപ്പിച്ചത്. അതുകൊണ്ടാണ് അറബി കവിത, ക്രിസ്ത്യാനികൾ എഴുതിയ കവിതകളിലൊക്കെ കാണാം ഫാദിൽ വറ എന്ന് ഈസാ നബിയെക്കുറിച്ച് പ്രശംസിക്കുന്നത് കാണാൻ പറ്റും. ഫാദിൽ വറ എന്നാൽ സൃഷ്ടികളുടെ വിമോചകൻ. ഇതുവരെ ഈ ക്രിസ്ത്യാനികൾ പാടുന്ന പാട്ടുകളിൽ കേൾക്കാം വിമോചകൻ എന്നുള്ള പദപ്രയോഗം. അപ്പൊ സൃഷ്ടികളെ മുഴുവൻ, മനുഷ്യവർഗത്തെ മുഴുവൻ രക്ഷിക്കാൻ വേണ്ടി വന്ന, മോചിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് യേശുക്രിസ്തു, ഈസാ നബി എന്നാണ്. അപ്പൊ അത് വിശദീകരിച്ചുകൊണ്ടാണ് അതിൽ ചില ആളുകൾ സഹായത്തിന് വേണ്ടി ആരെ കൂടി കൂട്ടാറുണ്ട്?
ഈ ഈസാ നബിയുടെ ഉമ്മയായ മറിയമിനെ കൂടി കൂട്ടാറുണ്ട്. അങ്ങനെ ഇപ്പം നിലവിലുള്ളതിന്റെ രണ്ട് പോപ്പ് അപ്പുറത്ത് മൂന്നാമത്തെ പോപ്പ് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എതിർപ്പ് എന്താ വന്നപ്പോ അങ്ങ് നിർത്തിവെച്ചു എന്നൊക്കെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ പോപ്പ് വരണം എന്താണ്, ഈ ഈസാ നബിയാണ് വിമോചകൻ, ആ കൂട്ടത്തിൽ അമ്മയായ ഉമ്മയായ മറിയമിനെ കൂടി കൂട്ടി പറയാൻ പാടില്ല. അപ്പൊ അവരുടെ വിശ്വാസപ്രകാരം തൗഹീദ് എന്താണോ അതിൽ പെടാത്ത ഈസാ നബിന്റെ ഉമ്മ എന്നുള്ളവർക്ക് ഉമ്മയെ കൂട്ടാൻ പാടില്ല. അത് കൂട്ടിയാൽ ഓല വിശ്വാസത്തിൽ ശിർക്കൈനാൽ അങ്ങനെ അത് പാടില്ല എന്നിട്ട് തിരുത്തിയിട്ട് ഇവിടെ പേപ്പറിലൊക്കെ അന്ന് വായിച്ചിട്ടുണ്ടാവുമെങ്കിലും. അപ്പൊ എന്താ, അതൊരു തെറ്റായ വിശ്വാസമാണ് എന്ന് ഈ പോപ്പ് പ്രഖ്യാപിച്ചു. കാരണം ഈസാ നബിയാണ് മോചിപ്പിക്കാൻ വന്നവൻ, അക്കൂട്ടത്തിൽ ഈസാ നബിന്റെ ഉമ്മയെ കൂടി കൂട്ടാൻ പാടില്ല. കാരണം അത് ദൈവത്തിന്റെ ഭാഗമല്ല, അവരുടെ തൗഹീദിന്റെ ഭാഗമല്ല. എന്നാൽ അള്ളാഹുവിന് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹുവാണ് എല്ലാം നൽകുന്നവൻ എന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ഇങ്ങനെ ഒന്നുമല്ലാത്ത മറിയം ബീവിനെ കുറിച്ച് ഇപ്പൊ മറിയമിനെ കുറിച്ച് സിദ്ദീഖ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞതാണ്, സിദ്ദീഖത്താണ്. എന്നാൽ സ്വാലിഹും അല്ല സിദ്ദീഖത്തും അല്ല, തമ്മാടികളും നിസ്കരിക്കാത്തവരും കള്ളുകുടിയന്മാരും ഭ്രാന്തന്മാരും കുളിക്കാത്തവരും വൃത്തികെട്ടവരും നഖമുറിക്കാത്തവരും മുടി നിർത്തിയവരും പിന്നെ മുറുക്കി തുപ്പുന്നവരുമായ ഇത്തരം ഭ്രാന്തന്മാരെ ആരാധ്യ വസ്തുക്കളാക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തുള്ള മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ സ്ഥിതി എന്താ? ഈ ക്രിസ്ത്യാനികളെ കഷ്ടല്ലേ? അപ്പോ ഇതിന്റെ കാതലെന്താണ്? ശിർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, അപ്പൊ ക്രിസ്ത്യാനിയും പറയും ഞങ്ങൾ ശിർക്ക് ചെയ്യില്ല. അപ്പൊ ഓരോ ശുദ്ധീകരണത്തിന് ഉദാഹരണം പറഞ്ഞാൽ അത്ര പോലും നമ്മളെ ഈ കൗമൻ തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഹിന്ദുക്കളോട് വെച്ചോക്ക്, ഹിന്ദുക്കൾ ബഹുദൈവ വിശ്വാസികളാണോ എന്ന് അംഗീകരിക്കോ? ഇല്ല. ഹിന്ദും പറയുന്നത് ഞങ്ങൾ ബഹുദൈവ വിശ്വാസികളല്ല എന്നാണ്. 33 ദൈവം എന്നൊക്കെ പറഞ്ഞാലും ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ആ ദൈവത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ബാക്കിയൊക്കെ എന്താ, അതിലേക്ക് എത്താനുള്ള വഴികളാണ്. പുഴകളൊക്കെ പോയിട്ട് കടലിൽ ചേരുന്നു, എല്ലാ പുഴയും പോകുന്ന അങ്ങോട്ടാ, കടലിലേക്കാണ്. അതുപോലെ എല്ലാ ഇവരാരാധിക്കുന്ന ഈ 33 ദൈവങ്ങളും പോകുന്നത് കടലാകുന്ന ഒറ്റ ദൈവത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ പറയുന്നു. അപ്പൊ ആരും ശിർക്ക് ചെയ്യുന്നാരും പറയില്ല. അതുപോലെയാണ് നമ്മുടെ നാട്ടിൽ മരിച്ചവരോട് ദുആ ചെയ്യുന്ന ഖുബൂരികളായ ആളുകൾ പറയുന്നത് ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരല്ല. അതൊക്കെ എന്താണ്? യുഖർരിബൂന ഇലല്ലാഹി സുൽഫ. മക്കയിലെ മുശ്രിക്കുകളും പറഞ്ഞ തന്നെ ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല, ഞങ്ങൾ യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. ഹൗലായി ശുഫാഅന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇടയാളന്മാരും മധ്യസ്ഥന്മാരും ഇവര് പറയുന്ന ഈ തോടുകളും പുഴകളും പിന്നെ കടലിലേക്ക് എത്തുന്നത് പോലെ ഈ പറയുന്ന ഔലിയാക്കളുടെയും സാലിഹ്യങ്ങളുടെയും അങ്ങനെ പോയിട്ട് കടലാകുന്ന അള്ളാഹുവിലേക്ക് എത്താൻ. അപ്പൊ പിന്നെ ആരാ ശിർക്ക് ചെയ്യുന്നത്? എന്ത് ശിർക്കാനുള്ളത്? അപ്പൊ ശൈഖ് പറയാൻ, അങ്ങനെയാണ് ഒരുത്തൻ പറയുന്നതെങ്കിൽ ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല എന്ന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരുത്തൻ പറയുന്നുവെങ്കിൽ അവരോട് നീ ചോദിക്കണം, പിന്നെന്താ ശിർക്ക്? ഈ പറയുന്ന ആൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, എന്നിട്ട് അവൻ പറയാൻ ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ അവനോട് ചോദിക്കേണ്ടത് എന്നാ പിന്നെ എന്താണ് ശിർക്ക്? അപ്പൊ പിന്നെ അവൻ പറയും വിഗ്രഹങ്ങളെ ആരാധിക്കാനാണ് ശിർക്ക്. അപ്പൊ അവനോട് തിരിച്ചു ചോദിക്കണം വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ഒന്ന് വിശദീകരിച്ചുകൊണ്ടാ. അപ്പൊ അവൻ പറയും ഞാൻ അള്ളാഹു അല്ലാത്ത മറ്റാരെയും ആരാധിക്കുന്നില്ല. അപ്പൊ വീണ്ടും അവനോട് ചോദിക്കുക അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ പിന്നെ മറുപടി എന്താ? ഞാൻ അള്ളാഹു അല്ലാതെ വേറെയും ആരെയും ആരാധിക്കുന്നില്ല. അപ്പൊ ഔലിയാക്കന്മാരോട് ചോദിക്കുന്നതോ അത് ആരാധനയല്ല, അതുകൊണ്ട് ഇബാദത്തല്ല. അപ്പൊ പിന്നെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാമാന ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അവന് മറ്റാരും പങ്കുകാരില്ല എന്ന് പറഞ്ഞാൽ ആ പങ്കുകാരില്ലാത്ത ആരാധനക്കർഹനായ അള്ളാഹു, ആ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്ന് നീ വിശദീകരിച്ചു തരൂ. അപ്പൊ അവൻ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ ആയത്തോതി വിശദീകരിച്ചിരിക്കുകയാണെങ്കിൽ ശരി, അവിടെ നിർത്താം. കാരണം എന്താ? ഓൻ ചെയ്യുന്നവൻ ശിർക്കാന്ന് കിട്ടും. ഇനി അതവൻ അംഗീകരിക്കുന്നില്ല, ഇതല്ലാത്ത ഖുർആനിൽ പറഞ്ഞതല്ലാത്ത വേറെ വല്ലതും നേരത്തെ പറഞ്ഞതുപോലുള്ള ന്യായങ്ങളാണ് അവൻ പറയുന്നതെങ്കിൽ അപ്പൊ പിന്നെ അവൻ അങ്ങോട്ട് എന്ത് ചെയ്യണം? ആ ആൾക്ക് ഫൈൻ ഫസ്സറഹു ബിഗൈരി മഅനാഹു ബയ്യൻത ലഹുൽ ആയാത്തിൽ വാദിഹാത്തി ഫീ മഅന ശിർക്കി ബില്ലാഹ് വഇബാദത്തിൽ ഔസാൻ, വിഗ്രഹങ്ങളെ ആരാധിക്കുക, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞതിന്റെ ആശയം വ്യക്തമാക്കുന്ന ഖുർആനിലെ ആയത്തുകൾ ഓതി അവൻ അങ്ങോട്ട് വിശദീകരിച്ചു കൊടുക്കണം. അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഏത്? ഈസാ നബിയെ ആരാധിച്ചവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ഉസൈറിനെ ആരാധിച്ചവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ സാലിഹ്യങ്ങളെ ആരാധിച്ചവരെ കുറിച്ച് പറഞ്ഞത്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ലാത്ത ഉസ്സ മനാത്ത എന്നിവരെ ആരാധിച്ചവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും നേർച്ചയാക്കിയവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. ഇതൊക്കെ അങ്ങോട്ട് ഓതി കൊടുത്താൽ എന്താണ്? അപ്പൊ എന്താണ്? അവൻ ശിർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞവൻ ചെയ്തത് എന്താണ് എന്നവന് ബോധ്യപ്പെടും. അന്നഹുല്ലദീ യഫ്അലൂന ഫീ ഹാദ സമാനി ബിഐനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ആ അറബിയിലുണ്ടായിരുന്ന ജനങ്ങൾ ചെയ്ത ശിർക്ക് എന്താണോ അതേ ശിർക്കാകുന്നു ഇക്കാലഘട്ടത്തിലെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ശേഷം പറയുന്നുണ്ട്, അവിടെ നിൽക്കില്ല. വഅന്ന ഇബാദത്തല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു ഹിയല്ലതി യുൻകിറൂന അലൈനാ. അപ്പൊ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഖുർആൻ പഠിപ്പിച്ച അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവൻ യാതൊരു പങ്കുകാരുമില്ല എന്ന
ഇസ്ലാം പഠിപ്പിച്ച തൗഹീദ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ യുൻകിറൂന അലൈനാ, അവർ നമ്മെ എതിർക്കുകയാണ്. ആരാ പറഞ്ഞത്? മുഹമ്മദ് അബ്ദുൽ വഹാബ് സൗദി അറേബ്യയിൽ ഈത്തപ്പനയെ പോലും ആരാധിച്ച ആളുകളോട് നിങ്ങൾ ചെയ്യുന്നത് ശിർക്കാണ്, ഇത് ചെയ്യരുത്, അള്ളാഹു പഠിപ്പിച്ച തൗഹീദ് ഇതല്ല എന്ന് പറഞ്ഞു കൊടുത്താൽ യുൻകിറൂന അലൈന, അവർ നമ്മെ എതിർക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വഹാബി എന്ന് പേരിട്ടത്. അതുപോലെ തന്നെ അദ്ദേഹം കാഫറാണ്, ഇസ്ലാമെന്ന് പുറത്താണ്, ഇയാൾ പഠിച്ചത് ഇസ്ലാം ദീനല്ല എന്നൊക്കെ അന്നും ഇന്നും നമ്മുടെ നാട്ടിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല യസീഹൂന മിൻഹു കമാ സ്വാഹ ഇഖ്വാനുഹും ഹൈതു ഖാലു, ഈ ആളുകൾ എതിർക്കുന്നത് ഏതുപോലെയാണ്? യസീഹൂന മിൻഹു, നമ്മൾ അവരോട് തൗഹീദ് പറയുന്നതിനാൽ അവർ നമുക്കെതിരിൽ ഒച്ച വെക്കുന്നു. സാഹ എന്ന അട്ടഹസിക്കുകയാണ്, കോലാഹലുണ്ടാക്കുക. തൗഹീദിനെ വയത് പറഞ്ഞാൽ കൂക്കുക, കല്ലെടുത്തെറിയുക, കട്ട കോഴിമുട്ടെറിയുക, വാളോങ്ങുക, കുത്താൻ ശ്രമിക്കുക, കല്ലെടുത്തെറിയുക, ഒച്ചുണ്ടാക്കുക, കൂക്കി തോൽപ്പിക്കുക. ഈ പണിയൊക്കെ എന്താ? യസീഹൂന മിൻഹു. തൗഹീദ് പറയുമ്പോ നമ്മുടെ കാലഘട്ടത്തിലുള്ള ശൈഖിന്റെ കാലഘട്ടത്തിലും നമ്മുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ ഖബറിനെ ആരാധിക്കുന്നവർ കൂക്കി വിളിക്കുന്നു, ഒച്ച വെക്കുന്നു. ഏതുപോലെ? കമാ സ്വാഹ ഇഖ്വാനുഹും, ഇവരുടെ സഹോദരന്മാർ കൂക്കി വിളിച്ചതുപോലെ. ആരാബര സഹോദരന്മാർ? അബൂലഹബ്, ഉത്ബ, ശൈബ, അതാണ് ആളുകളെ വിളിച്ചത്. നബിന്റെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകൾ, അതാണ് ഇവരുടെ സഹോദരന്മാർ. അപ്പൊ ഇവരുടെ പൂർവ്വ സഹോദരന്മാരായ ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ കൂക്കി വിളിച്ചത് ഒച്ചുണ്ടാക്കിയതുപോലെ ഇവരും ഒച്ചവെക്കുന്നു. ഹൈതു ഖാലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറഞ്ഞു, ഖുർആൻ ഓതി തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തപ്പോ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ തിരിച്ചു ചോദിച്ചു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ലാത്ത, ഉസ്സ, മനാത്ത പോലുള്ള ആളുകളെ, സാലിഹീങ്ങളെ, അതുപോലെ തന്നെ ഔലിയാക്കന്മാരെ, മരിച്ചുപോയവരെ, ഇങ്ങനെയുള്ള ആളുകളെയൊന്നും ആരാധിക്കരുത്. ഇനി വദ്ദു, സുവാ, യഗൂത്ത്, യഊഖ്, നസ്ർ പോലുള്ള സാലിഹീങ്ങളെ ആരാധിക്കരുത്. കാരണം അങ്ങനെ ആരാധിച്ച ആളുകൾ എതിർക്കാനാണ് നൂഹ് നബി വന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂഹിലെ അതുപോലെ തന്നെ മറ്റു സൂറത്തുകളിലൊക്കെ പറഞ്ഞ ഈ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഓതിക്കൊടുത്തപ്പോ അവരെന്താ ചോദിച്ചത്? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഞങ്ങൾക്ക് ഇലാഹ് എന്നുള്ള അർത്ഥം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വിഷമവും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അഭയം തേടി ചെല്ലാവുന്നവൻ, അല്ലെങ്കിൽ ചെല്ലാവുന്നവനല്ല, അഭയം തേടി ചെല്ലുന്നവൻ ആരോ, അതാണ് ഇലാഹ്. അപ്പൊ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ, ഞങ്ങളെ വിഷമങ്ങളൊക്കെ നീക്കിത്തരാൻ, ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റിത്തരാൻ, ഞങ്ങൾക്ക് ഇടയാളന്മാരായി ഞങ്ങൾക്ക് അവലംബിക്കാൻ, ദുആ ചെയ്യാനുള്ള ആളുകളാണ് ഇവര്. ഈ ആലിഹത്ത്, ഞങ്ങൾ അതുകൊണ്ടാണ് അവരോട് ദുആ ചെയ്യുന്നത്. അപ്പൊ ആലിഹത്ത് പറ്റൂല, ഒരു ഇലാഹേ പറ്റുള്ളൂ എന്നാണോ മുഹമ്മദ് പറയുന്നത്? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, അഭയം തേടിച്ചെല്ലാവുന്ന, നേർച്ചയാക്കാൻ പറ്റുന്ന, ആരാധിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുത്തനേ ഉള്ളൂ. അങ്ങനെ ആക്കിയോ മുഹമ്മദ്? അജഅല, അവനാക്കിയോ എന്ന് വെച്ചാൽ മുഹമ്മദ് അങ്ങനെ ആക്കിയോ? അപ്പൊ നമ്മൾ ഈ ദുആ ചെയ്യുന്ന ആളുകളോട് ദുആ ചെയ്യാൻ പാടില്ല. ഇലാഹൻ വാഹിദൻ, ഒരൊറ്റ ഇലാഹിനോടെ, ഏത് ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു ഒഴികെ വേറെ ഒരാരാധ്യനുമില്ല എന്ന് പറഞ്ഞ ആ ഇലാഹിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നാണോ മുഹമ്മദ് പറയുന്നത്? എങ്കിൽ ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്, ഇത് അത്യാശ്ചര്യകരമായ ഒരു കാര്യം തന്നെ നടക്കൂല. ഇത് അങ്ങനെ അത് നമ്മൾ അംഗീകരിക്കൂല. ഒരാളോടെ ദുആ ചെയ്യാൻ പാടുള്ളൂ, ഒരു ഇലാഹേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. ഞങ്ങൾക്ക് ഇവരൊക്കെ വേണം, ഇവരൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടേ മുന്നേ എന്നാലേ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് ഒച്ച വെച്ച ആ സഹോദരന്മാരുടെ അതേ പണിയാണ് ഈ ആളുകളും ചെയ്തുകൊണ്ട്. ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഏത് ശിർക്കിന്റെ നാട്ടിൽ തൗഹീദ് പറഞ്ഞാലും ഇതേ അനുഭവങ്ങളാണ്, ഇതേ വിമർശനങ്ങളാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരേ ന്യായങ്ങൾ, ഒരേ സംശയങ്ങൾ, അതിന് പറയാനുള്ള മറുപടികളും ഒന്നാണ്. അപ്പോ ഇത്രയും ഷെയ്ഖ് ഈ പറഞ്ഞതിന്റെ ഖാദൽ, അതിന്റെ സിറ് ഇന്നതാണ്, ഇന്ന ചോദ്യം അതിനിന്ന മറുപടി, ഇന്ന ചോദ്യം ഇന്ന മറുപടി, അവൻ ഉത്തരം പറഞ്ഞാൽ ഇങ്ങനെ, പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട്, സുന്നത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവനോട് സംസാരിച്ചാൽ അവന്റെ വാദം പൊളിയാണെന്നും അവൻ ചെയ്യുന്നത് ശിർക്കാണെന്നും അവൻ അംഗീകരിക്കേണ്ടി വരും എന്നാണ് ഇതിലൂടെ ഷെയ്ഖ് സമർത്ഥിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെന്ത് വേണം? ഖുർആൻ എങ്ങനെ തൗഹീദ് സ്ഥാപിച്ചു, അതുപോലെ തന്നെ ശിർക്കിനെ എങ്ങനെ എതിർത്തു എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് ശിർക്കാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്? അത് വെറും പ്രതിഷ്ഠകളെ ആരാധിക്കുന്നത് മാത്രമാണോ? അതുപോലെ തന്നെ അവരുടെ ജാഹിലിയത്തിലെ വിശ്വാസം എന്തായിരുന്നു, ഇന്നത്തെ ആളുകളുടെ വിശ്വാസം എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് ഇവിടെ ഇത് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് പറയാൻ, മുഹമ്മദ് അബ്ദുൽ വഹാബ് അല്ല, പലരും ശർഹ് നടത്തിയിട്ടുണ്ട്. ഞാൻ അതിൽ പലതും ധരിക്കാറുണ്ട്. ഇതിൽ വബിഹി തഅരിഫ് അന്ന കസീറൻ മിമ്മൻ യന്തസിബു ഇലൽ ഇസ്ലാം മിൻ ഹാദിഹിൽ ഉമ്മ. ഈ പറഞ്ഞതിൽ നിന്ന് നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതെന്താ? ഇന്ന് ഇക്കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിലുള്ള മുസ്ലിങ്ങളാണെന്ന് അവകാശപ്പെടുന്നവരിൽ ഭൂരിഭാഗം ആളുകളും അവർ എന്തല്ല, ലൈസു അലദ്ദീനി, അവർ മതത്തിലല്ല.
മുസ്ലിമാണെന്ന് പറയുന്നവരിൽ ഏറെ പേരും ലൈസു അലദ്ദീൻ, അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങളല്ല എന്ന് മാത്രമല്ല, വലാ യഅരിഫൂന മാ ഹുവ ശിർക്കുൽ അവ്വലീൻ, ജാഹിലിയത്തിലെ ആളുകൾ ചെയ്ത ശിർക്കെന്താണ് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഉമർ ഖത്താബ് പറഞ്ഞത് ജാഹിലിയത്ത് പഠിച്ചവനെ ഇസ്ലാം പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ജാഹിലിയത്തിൽ എന്തൊക്കെ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ പിഴവുകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാം തിരുത്തിയ തിരുത്തെന്താണ്, ഇസ്ലാം കൊണ്ടുവന്ന ആശയത്തിന്റെ ഗൗരവം എന്താണ് എന്ന് ബോധ്യപ്പെടുള്ളൂ. ഇത് ഉമർ ഖത്താബ് പറഞ്ഞതായി ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. അപ്പൊ ഇവിടെ എന്താ, ജാഹിലിയത്തിലെ ആളുകൾ അവരുടെ ശിർക്കെന്താണ് എന്ന് ഇവർക്ക് മനസ്സിലായില്ല. അത് മനസ്സിലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യില്ല, മരിച്ച ആളുകളോട് ദുആ ചെയ്യൂല. കാരണം ജാഹിലിയത്തില് അങ്ങനെയുള്ള ആളുകളുണ്ട്, ഭൂരിഭാഗം അങ്ങനത്തെ ആൾക്കാരാണ് മരിച്ച ആളുകളോട് ദുആ ചെയ്തവർ. അത് ശിർക്കാണെന്നാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ അത് മനസ്സിലാക്കിയ ആൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നബിക്ക് ശേഷമുള്ള ആളുകൾ ആരും മരിച്ചവരോട് ദുആ ചെയ്യില്ല. ഫലൗ അറഫ അഹദുഹും ശിർക്കൽ അവ്വലീൻ വശിർക അഹ്ലി ഹാദ സമാൻ, ജാഹിലിയത്തിലെ ആളുകൾ ചെയ്ത ശിർക്കും ഇക്കാലഘട്ടത്തിലെ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കും രണ്ടും മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലവജദഹു ഹുവ ഹുവ, ഇതുതന്നെയാണ് അത് എന്നവന് മനസ്സിലാകുമായിരുന്നു. എന്നാൽ ജാഹിലിയത്തിൽ ആളുകൾ ചെയ്ത ശിർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കും രണ്ടും പരിശോധിച്ച് ഒരുത്തൻ ഖുർആന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ, ഇത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ഒരുത്തൻ പറയും ഹുവ ഹുവ, ഇന്നത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്ത ശിർക്ക് അതുതന്നെയാണ്. ഇത് ജാഹിലിയത്തിലെ അറബികൾ ചെയ്ത അതേ ശിർക്കാണ് ഇന്നത്തെ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ രണ്ടും ഒരുപോലെയല്ല. ഏതാണ് ഗൗരവമുള്ളത്? ജാഹിലിയത്തിലെ അബൂജഹല്, അബൂലഹബ്, ഉത്ബ, ശൈബ തുടങ്ങിയ കൊടിയ മുശ്രിക്കിന്റെ മരങ്ങളായിരുന്ന ആളുകൾ ചെയ്ത ശിർക്കാണോ, ഇക്കാലഘട്ടത്തിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന് വിശ്വസിക്കുകയും നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജ് ചെയ്യുകയും ധർമ്മം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന, വയന്ന് പറയുന്ന, കിതാബ് ഓതുന്ന, ഖുർആൻ ഓതുന്ന ആളുകളാണോ ഏറ്റവും വലിയ മുശ്രിക്? അതാണ് ഇനി ശൈഖ് വിശദീകരിക്കുന്നത്. ഫൈദാ അറഫ്ത അന്നൽ അവ്വലീന ഹാദല്ലദീ യസമ്മീഹിൽ മുശ്രികൂന ഫീ സമാനിനാ അൽ ഇഅ്തിഖാദ് ഹുവ ശിർക്ക് അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പൂർവികരായ ആളുകൾ അവർ ചെയ്ത ശിർക്കെന്താണോ ആ ശിർക്കിന് അവർ പേരിട്ടതെന്താ? അൽ ഇഅ്തിഖാദ്, വിശ്വാസം എന്നാണ്. അതേ സംഗതിയാണ് ഇന്നത്തെ ആളുകളും പറയുന്നത്. ഇന്നത്തെ ശിർക്ക് ചെയ്യുന്ന ആളുകളും പറയുന്നത് യസമ്മീഹിൽ മുശ്രികൂന ഫീ സമാനിന, നമ്മുടെ ഈ കാലഘട്ടത്തിലെ മുശ്രിക്കുകൾ, മുശ്രിക് എന്ന ഇവിടുത്തെ ജൂതനെയോ ക്രിസ്ത്യാനിയെയോ അല്ലെങ്കിൽ ഹിന്ദുവിനെയോ ജൈനനെയോ ബുദ്ധനെയോ അല്ല ഇവിടെ ശൈഖ് ഉദ്ദേശിച്ച മിനാര ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചെല്ലുകയും എന്നിട്ട് അല്ലാഹു അല്ലാത്ത സാലിഹീങ്ങളോട് ദുആ ചെയ്യുന്ന മുശ്രിക്കുകൾ പേരിട്ടിരിക്കുന്നു അൽ ഇഅ്തിഖാദ്, അതാണ് വിശ്വാസമെന്ന്. ഇത് ജാഹിലിയത്തിലെ ആളുകൾ എന്ത് ശിർക്ക് ചെയ്തോ ആ ശിർക്കിന് ഇന്നത്തെ ആധുനിക മുശ്രിക്കുകളുടെ പേരാണ് അൽ ഇഅ്തിഖാദ്. ഇതാണ് ഇസ്ലാമിക വിശ്വാസമെന്ന്. എന്നാൽ ശൈഖ് എന്താ പറയുന്നത്? ഹുവ ശിർക്കുല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഏതൊരു ആരുടെ കാര്യത്തിലാണോ അവതരിപ്പിക്കപ്പെട്ടത് ആ ആളുകൾ ചെയ്ത ശിർക്കാണ് ഇന്നത്തെ ആളുകൾ വിശ്വാസമെന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മുടെ കാലഘട്ടത്തിലേക്ക് ചേർത്ത് പറഞ്ഞാൽ, ഇന്ന് അള്ളാഹു അല്ലാത്ത ആളുകളോട്, മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടുമൊക്കെ ദുആ ചെയ്യുന്ന ആളുകൾ ഇഅ്തിഖാദ്, ഞങ്ങളുടെ വിശ്വാസം ഇതാണ്, ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്, ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്, ഞങ്ങൾക്ക് പാപ്പമാരെ എങ്ങനെ പാരമ്പര്യമായി കൈമാറി വന്ന് നബിയിലേക്ക് എത്തുന്ന ഞങ്ങളുടെ പാരമ്പര്യ വിശ്വാസം ഇതാണ് എന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം ഏതാണ്? ജാഹിലിയത്തിൽ ഖുർആൻ ഏതൊരുത്തന്റെ ശിർക്കിനെ എതിർക്കാനും തൗഹീദ് പഠിപ്പിക്കാനും വേണ്ടിയാണോ ഖുർആൻ ഇറങ്ങിയത്, ആ ആദ്യകാലത്തെ നബിയുടെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകളുടെ അതേ വിശ്വാസമാകുന്നു. അപ്പൊ ഖുർആൻ ഇറങ്ങിയത് എന്തിനാ? ജാഹിലിയത്തിലെ മുശ്രിക്കിന്റെ ശിർക്കിനെ എതിർക്കാനാണ്, ശരിയായ തൗഹീദ് പഠിപ്പിക്കാനാണ്. അതേ ഖുർആൻ തന്നെ മതി, അല്ലെങ്കിൽ ആ ഖുർആൻ ശിർക്കാണെന്ന് പഠിപ്പിച്ച കാര്യമെന്തോ അതേ ശിർക്കാണ് ഇന്ന് മുസ്ലിങ്ങൾ എന്ന് പറയുകയും വിശ്വാസമെന്നവർ പേരിടുകയും ചെയ്ത ശിർക്കിന്റെ കാര്യത്തിലും നമുക്ക് തെളിവായി പറയാനുള്ളത് അതേ ഖുർആനാണ്. വഖാതല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അന്നാസ അലൈഹി, ഇക്കാലഘട്ടത്തിലെ ആളുകൾ ഇഅ്തിഖാദ്, വിശ്വാസമെന്ന് പറഞ്ഞ് ആ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശിർക്കിന്റെ പേരിലാണ് അക്കാലഘട്ടത്തിലെ ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്തത്. അപ്പോ അന്ന് ഖുർആൻ ഇറങ്ങിയത് എന്തിനാ? ഇന്നത്തെ അതേ ശിർക്കാണ് അന്നുള്ളത്, അവരെ എതിർക്കാനാണ്. പിന്നെയോ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കുകളോട്, അറബികളോട് യുദ്ധം ചെയ്തത്? അത് തൗഹീദില്ല, ശിർക്കിന്റെ ആളുകളാണ് എന്നുള്ള നിലക്കാണ്. അതേ സംഗതിയാണ് ഇന്നത്തെ ആളുകളിലുമുള്ളത്. അതാണ് വഖാതല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അന്നാസ അലൈഹി, ഏതൊരു കാര്യത്തിന്റെ മേലാണോ അന്നത്തെ ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധം ചെയ്യുകയും
ഏതൊരു കാര്യത്തിലാണോ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത് അതേ ശിർക്കിനാണ് ഇന്നത്തെ ആളുകൾ വിശ്വാസമെന്ന് പേരിട്ടത്. ഫഅലം, അതുകൊണ്ട് സുഹൃത്തെ, മനുഷ്യ, കേൾക്കുന്നവനെ, നീ അറിയണം, അന്ന ശിർക്കൽ അവ്വലീന അഖഫു മിൻ ശിർക്കി അഹ്ലി വഖ്തിനാ ബി അംറൈൻ. നമ്മുടെ കാലഘട്ടത്തിലെ, അതായത് ശൈഖിന്റെ കാലഘട്ടത്തിലും നമ്മുടെ കാലഘട്ടത്തിലും ചെയ്യുന്ന ആളുകളുടെ ശിർക്കിനേക്കാൾ അഖഫ്, ലഘുവായ, കനം കുറഞ്ഞ, നേരിയ ശിർക്കാണ് അന്നത്തെ ആളുകൾ ചെയ്തത്. എന്നാൽ രണ്ട് ശിർക്കല്ല എന്നല്ല, രണ്ടും ശിർക്കാണ്. ഇന്നത്തേതിനേക്കാൾ ലഘുവാണ് അന്ന് അബൂജഹലും അബൂ ലഹബും ഒക്കെ ചെയ്ത ശിർക്ക്. മക്കയിലെ കൊടിയ മുശ്രിക്കുകൾ ചെയ്ത ശിർക്ക് ഇന്നത്തെ ആളുകളുടെ ശിർക്കിനേക്കാൾ ലഘുവായിരുന്നു. എന്താ കാരണം? ഇത് വെറുതെ തൊള്ളോണ്ട് പറഞ്ഞിങ്ങനെ പോവല്ല, മറിച്ച് അതിന് അദ്ദേഹം തെളിവുദ്ധരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അന്നത്തെ ആളുകളുടെ ശിർക്ക് ലഘുവായ ശിർക്കും എന്നാൽ കൊടിയ ശിർക്ക് തന്നെ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. പക്ഷേ അതിനേക്കാൾ ഗൗരവം കൂടിയ, ഖനം കൂടിയ, പെരുത്ത ശിർക്ക് ഇന്നത്തെ ആളുകളുടേത് ആയത് ബി അംറൈനി, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. അതെന്താ? അഹദുഹുമ, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാരണം, അന്നൽ അവ്വലീന ലാ യുശ്രികൂന വലാ യദ്ഊന അൽ മലായികത വൽ ഔലിയാ വൽ ഔഥാന മഅല്ലാഹ് ഇല്ലാ ഫിർറഹാ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് മുഹമ്മദ് ദുഹാ മാത്രമല്ല, ഇതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ, എല്ലാ പണ്ഡിതന്മാരും വിശദീകരിച്ചത് കാണാം. ഈ ഷെയ്ഖ് മുഹമ്മദ് അൽ വഹാബിന്റെയും അതുപോലെ തന്നെ അതിന്റെ മുമ്പ് ശിർക്കുള്ള കാലഘട്ടത്തിൽ അവിടെ നിങ്ങോട്ടുള്ള ഇന്നത്തെ ആളുകൾ ചെയ്യുന്ന ശിർക്ക് എന്ന് പറയുന്നത് ജാഹിലിയത്തിലെ നബി ബദറിൽ യുദ്ധം നടത്തി കൊല്ലപ്പെട്ട, അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തതടക്കമുള്ള നബിയും സഹാബത്തിനോട് യുദ്ധം നടത്തിയ ആ മുശ്രിക്കുകൾ ചെയ്ത ശിർക്കിനേക്കാൾ ഖനം കൂടിയ ശിർക്കാണ്, ഗൗരവമുള്ള ശിർക്കാണ്. എന്തുകൊണ്ട്? അന്നത്തെ ആളുകൾ അവർ മലക്കുകളോട് ദുആ ചെയ്തിട്ടുണ്ട്, ഔലിയാക്കളോട് ദുആ ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം വിഗ്രഹങ്ങളോടും ദുആ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. ഈ ആളുകളോടൊന്നും അവർ പ്രാർത്ഥിക്കുകയോ അവർ മുഖേന അള്ളാഹുവിൽ ശിർക്ക് വെക്കുകയോ ചെയ്തിട്ടില്ല. ഇല്ലാ ഫിർറഹാഇ, ക്ഷേമത്തിന്റെ സമയത്തല്ലാതെ. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അടിയന്തര എമർജൻസി കേസുകളിൽ അല്ല, നോർമൽ കേസിൽ. റഹ എന്ന് പറഞ്ഞാൽ സുഖകരമാവുക, റഹായ റഹു എന്ന് പറഞ്ഞാൽ ശരിക്കും അറബി ഭാഷയിൽ ലൂസാവുക എന്നാണ്, അയയുക, ലൂസാവുക. അപ്പൊ റഹ എന്ന് പറഞ്ഞാൽ ലൂസായ അവസ്ഥ, പിരിമുറുക്കല്ലാത്ത, ഞെരുക്കല്ലാത്ത, ഇടുക്കല്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥ, അതിനാണ് സുഖകരമായ അവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പൊ സുഖജീവിതത്തിന്റെ സന്ദർഭത്തിലല്ലാതെ അള്ളാഹു അല്ലാത്ത ആളുകളോട് ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ അമ്മാ ഫി സിദ്ദ, റഹായന്റെ വിപരീതമാണ് സിദ്ദ, കാഠിന്യം, കടുപ്പം, പ്രയാസം, ഞെരുക്കം, ഇതൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിലോ ഫയുഖ്ലിസൂന ദുആ ലില്ലാഹ്, അപ്പൊ അവർ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു. അപ്പൊ വലിയ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വിപത്തുകളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു. എന്നാൽ ചെറിയ ചെറിയ കേസുകളിൽ, പ്രശ്നങ്ങളിൽ ആരോട് പ്രാർത്ഥിച്ചു? അല്ലാത്തവരോട് പ്രാർത്ഥിച്ചു. കമാ ഖാല തആല, എന്നിട്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കുറെ 4-5 ആയത്തുകൾ അള്ളാഹുവോട് കൊടുക്കുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല, ആയത്ത് പറഞ്ഞു പോകാം. ഒന്ന്, സൂറത്തുൽ അൻകബൂത്തിലെ 65-ാമത്തെ ആയത്ത്. ഇതിന്റെ ചില വശങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുമ്പ് തുടക്കത്തിൽ. ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അതായത് ഇത് പറഞ്ഞത് 3-ാമത്തെ ക്ലാസ്സിലാണെന്ന് എന്റെ ഓർമ്മ. 3-ാമത്തെ ക്ലാസ്സിൽ മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത, ഇന്ന് ഇസ്ലാമിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നിർബന്ധ കാര്യങ്ങളും നല്ല കാര്യങ്ങളും അന്നത്തെ മുശ്രിക്കുകൾ ചെയ്തിരുന്നു. ഒറ്റ കാര്യം ചെയ്യാത്തുള്ളൂ, അതെന്താ? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചില്ലാണ്. എന്നാൽ ഒരുപാട് സമയങ്ങളിൽ അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരുന്നത് എപ്പോഴാ? ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിച്ചു. വലിയ കാര്യങ്ങൾക്കൊക്കെ അള്ളാഹ് തന്നെ വേണം എന്നതിൽക്ക് അള്ളാഹുവിനോട് മാത്രമാണോ പ്രാർത്ഥിച്ചത്? അവിടെ ഇതിൽപ്പെട്ട 1-2 ആയത്ത് ഞാൻ ഓതിയിരുന്നു. അപ്പൊ എന്താ അവിടെ ഖുർആൻ പറയണത്? ഫൈദാ റകിബു ഫിൽ ഫുൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള അറബികൾ, മുശ്രിക്കുകൾ, അവർ കപ്പലിൽ യാത്ര ചെയ്താൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീനിനെ, ദീൻ എന്ന് പറഞ്ഞാൽ കീഴ്വണക്കം എന്നാണ്, കീഴ്വണക്കത്തെ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. നമ്മുടെ മുഖ്ലിസീന എന്ന് പറഞ്ഞാൽ മാത്രമാക്കുക, തനിച്ചാക്കുക, കലർപ്പില്ലാത്തതാക്കുക എന്നൊക്കെയാണ്. ഇതൊക്കെയാണ് അന്ന് പറഞ്ഞതാണ്. ഖാലിസ് എന്ന് പറഞ്ഞാൽ പ്യുവർ എന്നാണ്. ഇപ്പൊ ഹലീബ് ഖാലിസ് എന്ന് പറഞ്ഞാൽ പ്യുവർ മിൽക്ക്, വെള്ളം ചേർക്കാത്ത, മായം ചേർക്കാത്ത, കലർപ്പില്ലാത്ത ഒറിജിനൽ. അപ്പൊ മുഖ്ലിസീൻ എന്നാൽ ഒറിജിനൽ ആക്കുമെന്നാണ്, വേറൊന്നും കൂട്ടിച്ചേർക്കാതെ വെക്കുക. അള്ളാഹുവിന് കീഴ്പ്പെടുക, അവനോട് പ്രാർത്ഥിക്കുക എന്ന വിഷയത്തിൽ മറ്റാരെയും ചേർക്കാതെ അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അവർ ദുആ ചെയ്യും. ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാഹും യുശ്രികൂൻ. എന്നാൽ കരയിലേക്ക് ആ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയാലോ, കരയിലെത്തിയാൽ അവര് അള്ളാഹുൽ ശിർക്ക് വെക്കും. അപ്പൊ ഇവിടെ ഏതാ നേരത്തെ പറഞ്ഞ സിദ്ധത്ത്? ഏതാ? കടലിലെ യാത്ര. കടലിലെ യാത്ര സിദ്ധത്തിൽ കാടിനുള്ള സമയത്ത് കടലിൽ കാറ്റും കോളുമെന്ന് ഇന്നത്തെ പോലുള്ള കപ്പലുകളല്ല.
വായക്കപ്പലുകളാണ്. അതുപോലെ തന്നെ ദിശ മനസ്സിലാക്കാൻ സംവിധാനങ്ങളില്ല, സമയം മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളില്ല. ഒക്കെ മേലോട്ട് വെക്കണം. സൂര്യനെ ചന്ദ്രനൊക്കെ നോക്കി രാത്രി നിലാവൊക്കെ നോക്കിയിട്ടാണ് ദിശ മനസ്സിലാക്കുന്നതും ദൂരം മനസ്സിലാക്കുന്നതും ഒക്കെ. ആ ഒരു കാലഘട്ടത്തിൽ കാറ്റിലും തിരമാലയിലും പെട്ട് ശിദ്ധത്തിൽപ്പെട്ടാൽ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്തു. കരയിലേക്ക് എത്തിയിട്ട് കരയിൽ പിന്നെ അത്ര തന്നെ പ്രശ്നമല്ലല്ലോ, കടലിലെ പോലുള്ള പ്രശ്നമല്ല. ഇവിടെ വെളിച്ചുണ്ട്, നടക്കാൻ പറ്റും, ഓടാൻ പറ്റും, ചാടാൻ പറ്റും, വീട്ടിൽ കയറാം, ഭക്ഷണം ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഈ റഹായിന്റെ സന്ദർഭത്തിൽ അള്ളാഹു പ്രാർത്ഥന സ്വീകരിച്ചവരെ കടലിൽ നിന്ന് കൂടെ രക്ഷപ്പെടുത്തിയാൽ അപ്പോൾ ശിർക്ക് ചെയ്യും. ഇനി സൂറത്തുൽ ഇസ്രാ 67-ാമത്തെ ആയത്ത്, അവർക്ക് വല്ല കടലിൽ വല്ല ളുർറ് ബുദ്ധിമുട്ടും ബാധിച്ചാൽ അവരെന്ത് ചെയ്യും? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും. അള്ളാഹു അല്ലാതെ മറ്റുള്ളവർ പ്രാർത്ഥിച്ചിരുന്ന ആളുകളൊക്കെ വഴിതെറ്റിപ്പോകും എന്ന് പറഞ്ഞാൽ അവിടെ ആരും രക്ഷപ്പെടുത്താനോ ഇല്ലാന്ന് അവർക്കറിയാം. അവിടെയും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അപ്പൊ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തും. അങ്ങനെ കരയിലേക്ക് അവരെ രക്ഷപ്പെടുത്തിയാൽ ആറൽത്തും, നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ നിങ്ങൾ തിരിഞ്ഞു കളയും. വകാനൽ ഇൻസാനു കഫൂറ, മനുഷ്യൻ അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. കാരണം കടലിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹു രക്ഷപ്പെടുത്തി കരയിലേക്ക് കൊണ്ടുവന്നപ്പോഴോ, കരയിലേക്ക് കൊണ്ടുവന്നപ്പോ നന്ദി കെട്ടവനായി. ഞാൻ കടലിൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചത്, ആ കടൽ എന്നെ രക്ഷിച്ചത് അള്ളാഹുവാണ് എന്ന നന്ദിയില്ലാതെ കടലിൽ രക്ഷിച്ച അള്ളാഹുവിനെ വിട്ട് കരയിലെത്തുമ്പോൾ അവൻ പടപ്പുകളോട് ദുആ ചെയ്യുന്നു. 3-ാമത്തെ ആയത്ത് സൂറത്തുൽ അൻആമിലെ 40-41 ആയത്തുകളാണ്. ഖുൽ അറഅയ്തകും ഇൻ അതാകും അദാബല്ലാഹ് ഔ അതതുകുമുസ് സാഅ അഗൈറല്ലാഹി തദൂൻ. അല്ലാഹു ചോദിക്കാൻ, കരയിൽ വെച്ച് നിങ്ങൾ അള്ളാഹു അല്ലാത്തവർ വിളിക്കുന്നു, കടലിൽ വെച്ച് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നു. ഈ ആളുകളോട് അള്ളാന്റെ ചോദ്യം, നിങ്ങളൊന്ന് പറയൂ, നിങ്ങൾക്കെങ്ങാനും അള്ളാഹുവിന്റെ ശിക്ഷ വന്നെത്തിയാൽ അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ അന്ത്യസമയം വന്നെത്തിയാൽ അപ്പൊ നിങ്ങൾ അഗൈറല്ലാഹി തദൂൻ, അള്ളാഹു അല്ലാത്തവരെയാണോ നിങ്ങൾ വിളിക്കുക? അങ്ങനെയാണോ വിളിക്കാന്ന് വെച്ചാൽ ഒരു വിളിക്കൂല. കാരണം എന്താ? മുശ്രിക്കുകളുടെ സ്വഭാവം എന്താ? ശിദ്ധത്തിൽ അള്ളാഹുവിനെ മാത്രമേ വിളിക്കുള്ളൂ. അപ്പൊ ഖിയാമത്ത് നാള് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് പറയുന്നത് ശിദ്ധത്താണ്. ആ ശിദ്ധത്തിൽ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുമോ? പിന്നെന്തിനാണ് നിങ്ങൾ ഈ മറ്റ് വിഷയങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്നത്? ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ എന്നാണ്. കടലിൽ വെച്ച് അള്ളാഹുവിനെ വിളിക്കുന്ന നിങ്ങൾ എന്തിനാണ് കരയിൽ അള്ളാഹു അല്ലാത്തവർ വിളിക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോ അള്ളാഹു അല്ലാത്തവർ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കഠിനമായ ഖിയാമത്ത് നാളോ അള്ളാഹുവിന്റെ ശിക്ഷയെ വരുമ്പോ നിങ്ങൾ ഈ ആളുകൾ വിളിക്കോ? ഇല്ല. കടലിൽ വെച്ച് വിളിക്കാത്തതുപോലെ അവിടെയും വിളിക്കില്ല. അപ്പൊ നിങ്ങൾ സത്യസന്ധന്മാരാണോ? സത്യസന്ധന്മാരാണെങ്കിൽ എപ്പോഴും അള്ളാഹുവിനെ തന്നെയാണ് വിളിക്കേണ്ടത്. ബൽ ഇയ്യാഹു തദ്ഊൻ, അള്ളാഹ് പറയാൻ നിങ്ങൾ വിളിക്കൂല. ഖിയാമത്ത് നാൾ വന്നാലും ശിക്ഷ വന്നാലും അത് സിദ്ധത്താണ്. അപ്പൊ നിങ്ങൾ ഇയ്യാഹു തദ്ഊൻ, അവനെ തന്നെ നിങ്ങൾ വിളിക്കുള്ളൂ. ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻശാഅ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ അള്ളാഹുവിനെ വിളിച്ചത് ആ കാര്യത്തെ അള്ളാഹു നിങ്ങൾക്ക് നീക്കിത്തരും. നിങ്ങളുടെ പ്രയാസമൊക്കെ അള്ളാഹ് നീക്കിത്തരും. പക്ഷേ വതൻസൗന, പ്രാർത്ഥന അള്ളാഹ് കേട്ട് നിങ്ങളെ പ്രയാസം നീക്കിത്തന്നാലോ അതൊക്കെ നിങ്ങൾ മറന്നുപോകും. മാ തുശ്രികൂൻ, നിങ്ങൾ ശിർക്ക് വെക്കുന്നതിന്. അപ്പോ പ്രാർത്ഥിച്ചു ഉത്തരം കിട്ടിയാൽ നിങ്ങൾ തലതിരിയും. ഇവിടൊക്കെ ഈ പറഞ്ഞതിൽ നിന്നൊക്കെ വിശദീകരിക്കാതെ നമുക്ക് മനസ്സിലാവും, സിദ്ധത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ, ഇബ്രാഹിമി മില്ലത്തിന്റെ ആളുകളാണ് പറയുന്നുവെങ്കിൽ, നിങ്ങൾ സിദ്ധത്തിലും റഹായിലും, റഹായിൽ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ, സിദ്ധത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ റഹാ വലിയ പ്രശ്നമില്ലാത്തപ്പോഴും ആരോടെന്നാ ചോദിക്കേണ്ടത്? അള്ളാഹുവിനോട് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പിന്നെ സൂറത്തു സുമർ 8-ാമത്തെ ആയത്ത്, വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി. അതിന്റെ ബാക്കി പിന്നെയും കുറെ പറയുന്നുണ്ട്, നമുക്ക് പത്ര മതി ഈ വിഷയം ബന്ധപ്പെട്ടതാ. ബാക്കി പറഞ്ഞ പ്രാർത്ഥനയെ ബന്ധപ്പെട്ട് തന്നെയാണ് അവർ ചെയ്ത ശിർക്കിനെ കുറിച്ച് പറഞ്ഞത്. വൈദാ മസ്സൽ ഇൻസാന ദുർറുൻ, മനുഷ്യന് വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ ദഅ റബ്ബഹു മുനീബൻ ഇലൈഹി. ഈ മനുഷ്യൻ തന്നാരാ? ഈ ആളുകളെ കുറിച്ചാണ്, മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ്. ആ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് നിന്ന് കിട്ടും. വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ ദഅ റബ്ബഹു, അവൻ അവന്റെ റബ്ബിനോട് ദുആ ചെയ്യുന്നു. റബ്ബിനോടാ ദുആ ചെയ്യുന്നത്, ഈ സൃഷ്ടികളോടല്ല. മുനീബൻ ഇലൈഹി, റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് റബ്ബിനോടാകുന്നു അവർ ദുആ ചെയ്യുക. എന്നാൽ അവർക്കുള്ള പ്രയാസത്തെ അള്ളാഹു നീക്കി ഒരു നിയമത്ത് അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്താൽ നേരത്തെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ അവർ മറന്നിട്ട് വജാലില്ലാഹി അന്താദാ, അള്ളാഹുവിന് സമന്മാരെ ഏർപ്പെടുത്തുന്നു. അപ്പൊ പ്രയാസം ഉണ്ടായപ്പോ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു. പ്രയാസം നീങ്ങി മറ്റു ചില വിഷയങ്ങൾ വരുമ്പോൾ ചെറിയ ചെറിയ വിഷയങ്ങളിൽ അള്ളാഹുവിന് തുല്യന്മാരെ നിശ്ചയിച്ചുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കുന്നു. 5-ാമത്തെ ആയത്ത് സൂറത്തുൽ ലുഖ്മാനിലെ 32-ാമത്തെ ആയത്ത്, അത് നേരത്തെ ആദ്യം ഊതിയ ആയത്തിന്റെ അതേ സംഭവം തന്നെയാണ്, നമുക്കൊക്കെ അറിയുന്നതാണ്. വൈദാ ഗശിയഹും മൗജുൻ കദ്ദുലൽ ദഅവുല്ലാഹ മുഖ്ലിസീൻ ലഹുദ്ദീൻ. കടലിൽ യാത്ര ചെയ്യുമ്പോൾ തിരമാലകൾ അവരെ മേഘക്കൂട്ടങ്ങളെപ്പോലെ തിരമാലകൾ വന്നു മൂടിയാൽ അവർ അള്ളാഹുവിനോട് മാത്രം, ദീനിനെ കീഴ്വണക്കത്തെ അവന് മാത്രമാക്കി അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. എന്നാൽ കരയിലേക്ക് അള്ളാഹു രക്ഷപ്പെടുത്തിയാലോ നേരത്തെ പറഞ്ഞതുപോലെ അവർ തലതിരിയുകയും ചെയ്യുന്നു. അവിടെയും അള്ളാഹു ഉപയോഗിച്ചത് കാണാം.
കഫൂർ, നന്ദി കെട്ടവർ എന്ന്. അപ്പൊ ഈ പറഞ്ഞ ആയത്തുകളിൽ നിന്ന് മനസ്സിലാകുന്നത് നബിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജാഹിലിയത്തിലെ മുശ്രിക്കുകളും ഇക്കാലഘട്ടത്തിലെ കെലിമ ചൊല്ലിയ എന്നാൽ ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളായ ആളുകളും തമ്മിലുള്ള ഏറ്റവും വലിയ അന്തരം എന്ന് പറയുന്നത് അവർ പ്രയാസങ്ങളിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു, സാധാ കേസുകളിൽ അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിച്ചു. എന്നാൽ ഇക്കാലഘട്ടത്തിലുള്ള ആളുകളോ ഇവര് എപ്പോഴും രണ്ട് ഘട്ടത്തിലും അള്ളാഹു അല്ലാത്തവരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതാണ്. അടിയന്തര ഘട്ടത്തിൽ തീർത്തും ആരോടെ പ്രാർത്ഥിക്കുള്ളൂ? അള്ളാഹ് അല്ലാത്തവരോടെ പ്രാർത്ഥിക്കുള്ളൂ. വലിയ വലിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോ ഒക്കെ ആരോടാ പ്രാർത്ഥന? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന. എന്നാൽ സാധാ കേസിലോ അവിടെ അള്ളാഹുവിന്റെ പ്രാർത്ഥന. അപ്പൊ ജാഹിലിയത്തിലുള്ള ആളുകളെക്കാൾ കൂടുതൽ സമയങ്ങളിലും സന്ദർഭങ്ങളിലും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരും, ജാഹിലിയത്തിലെ ആളുകൾക്ക് വിരുദ്ധമായി പ്രയാസത്തിന്റെ സന്ദർഭത്തിലും ക്ഷേമത്തിന്റെ സന്ദർഭത്തിലും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരുമാകുന്നു ആധുനികരായ ആളുകൾ. അപ്പൊ ആരാ കടുപ്പം? ഇവരെക്കാൾ നല്ലത് ഈ ജാഹിലിയത്തിലെ മുശ്രിക്കുകളാണ്. കാരണം എന്താ? പ്രയാസത്തിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹേ ഉള്ളൂ എന്നവർ മനസ്സിലാക്കി. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഖുബൂരികളോ വലിയ പ്രയാസം ഉണ്ടായാൽ രക്ഷപ്പെടുത്താൻ ഔലിയാക്കളെ ഉള്ളൂ എന്നാണ്. അമീദ് വൈസി അമ്പലക്കടവ് KSRTC ബസ്സിനോടും ബെൻസുകാർ KSRTC ബസ്സിനോട് അള്ളാഹിനെ ഉദാഹരിച്ചതും അതുപോലെ തന്നെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളത് ഔലിയാക്കളോടുള്ള പ്രാർത്ഥനയാണ് എന്ന് മൊയ്തീമാലന്റെ വ്യാഖ്യാനത്തിൽ മറ്റേ ഫൈസി എഴുതിയതും. അപ്പൊ എന്താ ഉറപ്പുള്ളത്? ഔലിയാക്കളുള്ള പ്രാർത്ഥനയുള്ള ഉത്തരം കിട്ടും. അതുപോലെ തന്നെ എന്ത് പ്രശ്നങ്ങൾ നീ കിട്ടാൻ ആരോട് ചോദിക്കണം? അള്ളാഹുവിന്റെ ഔലിയാക്കളോട് ചോദിക്കണം. അള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടുമോ കിട്ടില്ലെന്ന് ഉറപ്പില്ല എന്നാണ്. അപ്പൊ ആരാമെച്ചം? ജാഹിലിയത്തിലെ മുശ്രിക്ക്. എന്നിട്ട് ഇവിടെ ഇത് വിശദീകരിച്ച ശൈഖ് പറയാണ്, നമ്മുടെ കാലഘട്ടത്തിലുള്ള ഖുബൂരികളായ ആളുകൾ, മുശ്രിക്കുകൾ, അവർ രണ്ടവസ്ഥയിലും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരാണ്. ഈ പറഞ്ഞ ശിദ്ദത്തിലും റഹാവിലും, പ്രയാസമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്നത്തെ ആളുകൾ കപ്പലിൽ കയറുകയും എന്നിട്ട് തിരമാലകൾ മൂടി ആഞ്ഞു വീശി തിര മൂടുകയും ചെയ്താൽ അവർ കരയിൽ അള്ളാഹു അല്ലാത്ത ആരോടാണോ ദുആ ചെയ്യാറുള്ളത് അവരെ വിളിച്ചുകൊണ്ട് ഒച്ച വെക്കും. അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ശരി, മരിച്ചവരാണെങ്കിലും ശരി. അല്ലെ, മമ്പർത്ത് ജാറത്തിന്റെ അടുത്ത് പാലം വരുന്നതിന്റെ മുമ്പ് മമ്പർത്ത് തോണി മറിഞ്ഞപ്പോ തോണിയിലുണ്ടായിരുന്ന ആളുകൾ ആരാ? മമ്പർ തങ്ങളെയാണ് വിളിച്ചത് എന്ന് ആ കാലഘട്ടത്തിൽ വാർത്ത വന്നത് ഓർക്കുന്നുണ്ട്. പാലം വരുന്നതിന്റെ മുമ്പ് മമ്പർത്ത് പാലം ഉണ്ടല്ലോ, പോയന്റെ പാലം, അതിന്റെ മുമ്പ്. എന്നാ ഈ തോണിയിലുണ്ടായിരുന്നത് അബൂജഹലോ അല്ലെങ്കിൽ അബൂലഹബോ ആണെങ്കിൽ ആരെ വിളിക്കുക? അള്ളാനെ വിളിക്കും. സമസ്തക്കാരൻ വിളിച്ചപ്പോ മമ്പർത്ത് തങ്ങളെ വിളിച്ചു. അതാണ് വ്യത്യാസം. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്. യാ ഐദ്റൂസ്, ഐദ്റൂസ് എന്നാണ്. ഐദ്റൂസ് എന്ന് ഹൈദ്റൂസ് എന്നാണ്. ഐദ്റൂസ് ആണ്, അറബി വാക്കാണ്. ഒരു ഐദ്റൂസ് എன்ற ഒരാളുണ്ട്. അയാള് ഇപ്പൊ ഇന്ന് ഞാനൊരു ക്ലാസ് കിട്ടു. അപ്പോ ഷെയ്ഖ് പറയുന്നുണ്ട്, ഈ ഐദ്റൂസ് എന്നാൽ അദ്ദേഹം ഭൂമി ഒന്നായിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാ കടലിൽ കൂടിയും പോകുന്ന കപ്പലുകളൊക്കെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ കാണാറുണ്ടായിരുന്നതാണ്. അതിനൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് അങ്ങനത്തെ ഐദ്റൂസ് തങ്ങൾ. പിന്നെ യാ ബദവി, ബദവി എന്നാൽ കോഴിക്കോട് കടപ്പുറത്ത് ഒരു ബദവിയുണ്ട്, ബദവി ഷഹീദ്. അത് വെറുതെ കള്ളപ്പേരിട്ടതാ. 40,000 രൂപയ്ക്ക് എന്റെ നാട്ടിലുള്ള ഒരു മൂല്യരാണ് അത് വാങ്ങിയത് പണ്ട്. എന്നിട്ട് അയാളെ സ്വന്തം സ്വത്താണ് ഇപ്പോ, അയാളെ പ്രോപ്പർട്ടിയാ. 40,000 രൂപയ്ക്ക് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ്. അയാളിപ്പോഴും ഉണ്ട്. ഈ മടവൂർ ഷെയ്ഖിനെ, മടവൂർ പിന്നെ അബൂക്കറിനൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ വലിയ പൂരിശ പറഞ്ഞ് പ്രസംഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അബ്ദുൽ മജീദ് മുസ്ലിയാർ എന്നിട്ട് ഇതിലേക്ക് കണ്ടോ. അയാളതാണ് ഈ കോഴിക്കോടുള്ള ബദവി ജാറം. ഒരു അഡ്രസ്സും ഇല്ല. അത് ആരോ വിറ്റപ്പോ ഇയാൾ 40,000 രൂപയ്ക്ക് മുമ്പ് വാങ്ങി, അയാളെ സ്വന്തം സ്വത്താണ്, ഇപ്പോഴും കാണാം. അപ്പൊ അതിന്റെ പേരും ബദവിയാണ്. ഇതുപോലെ ബദവി എന്ന് പറഞ്ഞിട്ട് ഈജിപ്തിലൊരാളുണ്ട്. അതാണ് ഈ ബദവി. അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഖബർ തവാഫ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് ഈ ബദവിന്റെ. അപ്പൊ ബദവി എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടു സമസ്തക്കാരൻ പലപ്പോഴും വിളിക്കുന്ന അബ്ദുൽ ഖാദിർ ജീലാനി, അബ്ദുൽ ഖാദിറെ എന്ന് വിളിക്കും. ഇനി ഷിയാക്കളാണെങ്കിൽ യാ അലി, യാ ഹുസൈൻ എന്ന് വിളിക്കും. അങ്ങനെ ഏതെങ്കിലും ഫുലാനമാരെ വിളിച്ചുകൊണ്ട് വിളിക്കുന്നവരാണ്. ഇവരും ജാഹിലിയത്തിലെ മുശ്രിക്കുകളും എവിടെ കിടക്കുന്നു? ഇത് രണ്ടിനുമിടയിൽ വലിയ അന്തരമുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾ അവരെക്കാൾ ഈ കടുത്ത ശിർക്ക് ചെയ്തു എന്ന് മാത്രമല്ല, ജാഹിലിയത്തിലെ ആളുകൾ ചെയ്യാത്ത പുതിയ പല ഇനങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഈ ശൈഖ് പറഞ്ഞത്. വിശദീകരിക്കേണ്ട കാര്യമില്ല. പുതിയ പുതിയ ഐറ്റംസ് ആണ്. ഈ ആട്ടവും ചാട്ടവും എന്നുള്ളതും ജാഹിലിയത്തിലെ മുശ്രിക്ക് ഈ പിന്നെ പള്ളിന്റെ അകത്തും അമ്പലത്തിനടുത്തും അല്ലെങ്കിൽ ജാറത്തിലും വേറെ ഏതെങ്കിലും ഹാളിലും വെച്ചിട്ട് ഡാൻസ് റാത്തീബോ അല്ലെങ്കിൽ അദ്ദാദോ നടത്തിയിട്ടുണ്ടോ? തുള്ളിയിട്ടും ആടിയിട്ടും കുലുങ്ങിയിട്ടും എന്തൊക്കെ കോലത്തിലാണ്. അപ്പോ ആ ജാതിയൊന്നും ജാഹിലിയത്തിലെ ആൾക്കാർ ചെയ്തിട്ടില്ല. അതൊക്കെ ബിലുണ്ടാക്കിയ പുതിയ പുതിയ പരിപാടികളാണ്. സംഗീതോപകരണം വെച്ചിട്ട് സൂഫിയാക്കളുടെ ഡാൻസ്. ഫമൻ ഫഹിമ ഹാദിഹിൽ മസ്അല അല്ലതി വല്ലഹഹ അല്ലാഹു ഫി കിതാബിഹി വഹിയ അന്നൽ മുശ്രികീന അല്ലദീന ഖാതലഹുമുല്ലാഹു യദ്ഊനല്ലാഹ വയദ്ഊന ഗൈറഹു ഫിർറഹ അമ്മാ ഫി സിദ്ദതി ഫലാ യദ്ഊന ഇല്ലല്ലാഹ്. ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കിയ ഒരുത്തൻ, ഈ കാര്യം ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏത് നേരത്തെ പറഞ്ഞ ആയത്തുകളിൽ ജാഹിലിയത്തിലെ ആളുകൾ ശിർക്ക് എന്താണ് ഇത് ശരിയായി മനസ്സിലാക്കിയ ഒരുത്തൻ ആ ഖുർആൻ വിശദീകരിച്ച ഈ മസ്അല പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? മുശ്രിക്കുകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു മുശ്രിക്കിനോട് യുദ്ധം ചെയ്തുവോ
ആ ആളുകൾ ക്ഷേമമുണ്ടാകുമ്പോൾ അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിച്ചു, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചു. ക്ഷേമം ഉണ്ടാകും അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ബുദ്ധിമുട്ടുണ്ടാകും അവരുടെ ഔലിയാക്കന്മാരെ, സാദാത്യങ്ങളെ ഒക്കെ മറന്നു കളഞ്ഞു. ഇത് മനസ്സിലാക്കിയാൽ തബയ്യന ലഹുൽ ഫർഖു, വ്യത്യാസം ശരിക്കും മനസ്സിലാകും. ബൈന ശിർക്കി അഹ്ലി സമാനിന, അന്നത്തെ ആളുകളുടെയും ഇന്നത്തെ ആളുകളുടെയും ശിർക്ക് തമ്മിലുള്ള അന്തരം എന്താണെന്ന്. വശിർക്കൽ അവ്വലീൻ, അതുപോലെ തന്നെ പൂർവികരുടെ ശിർക്കും ഈ ശിർക്കും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. വലാകിൻ ഐന മൻ യഫ്ഹമു ഖൽബുഹു ഹാദിഹിൽ മസ്അല ഫഹ്മൻ റാസിഖൻ, എന്നാൽ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ ഐന മൻ യഫ്ഹമു ഖൽബുഹു ഹാദിഹിൽ മസ്അല, ഈ വിഷയം മനസ്സിൽ അടിയുറച്ച നിലക്ക് മനസ്സിലാക്കാൻ ആരുണ്ട് എന്നാ ശൈഖ് ചോദിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ആരുണ്ട്? ഏത് ഈ ശിർക്ക് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഇനി ഞങ്ങളാണ് യഥാർത്ഥ തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്നവരും മനസ്സിലാക്കുന്നില്ല. കാരണം എന്താ? ഈ ജാഹിലിയത്തിലെ ആളുകൾ ചെയ്തതിനേക്കാൾ കൊടിയ ശിർക്ക് ചെയ്ത ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്? വെളുപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിക്കുന്നത്. ഇവർക്കൊക്കെ ഉതിർമ്പിൽ ജഹലുണ്ട്, ഇവരൊന്നും മുശ്രിക്കുകൾ എന്ന് പറയാൻ പാടില്ല, ഇവരൊക്കെ പൊതു മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നവർ അവരും ഈ ചോദ്യപ്പെട്ടു. വലാകിൻ ഐന മൻ യഫ്ഹമു ഖൽബുഹു ഹാദിഹിൽ മസ്അല, ജാഹിലിയത്തിലെ ആളുകളുടെ ശിർക്കും ഇന്നത്തെ ആളുകളുടെ ശിർക്കും തമ്മിലുള്ള അന്തരവും അവരെക്കാൾ കൊടിയ മുശ്രിക്കുകളാണ് ഇന്നത്തെ ആളുകൾ എന്നും മനസ്സിലാക്കാൻ ഹൃദയമുള്ളവൻ ആരുണ്ട്? ഫഹ്മൻ റാസിഖൻ, ഈ പറഞ്ഞ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയുറച്ച ഗ്രഹിക്കുന്നവർ ആരാണുള്ളത്? വല്ലാഹുൽ മുസ്തആൻ. അപ്പൊ ഷെയ്ഖിന്റെ ഈ അത്ഭുതം കുറൽ ആരെക്കുറിച്ചാണ്? രണ്ടു കൂട്ടരെ കുറിച്ചാണ്. ശിർക്ക് ചെയ്യുന്നവരെ കുറിച്ചും ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളെ മുസ്ലിങ്ങളാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും അതാണ് ദൈവത്തെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന സാധുക്കളെ കുറിച്ചും. വൽ അംറുസ്ഥാനി, രണ്ടാമത്തെ കാര്യം, ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് രണ്ട് കാരണങ്ങളാൽ ജാഹിലിയത്തിലെ മുശ്രിക്കുകളുടെ ശിർക്ക് അഹഫാണ്, ഇക്കാലഘട്ടത്തിലെ ആളുടേത് ഭയങ്കരവുമാണ്. ഇനി രണ്ടാമത്തെ വിഷയം എന്താ? അല്ലെങ്കിൽ രണ്ടാമത്തെ കാരണം അന്നൽ അവ്വലീന യദ്ഉന മഅല്ലാഹി ഉനാസൻ മുഖറബീന ഇൻദല്ലാഹ് ഇമ്മാ നബിയ്യൻ വ ഇമ്മാ വലിയ്യൻ വ ഇമ്മാ മലായിക. ഇനി നേരത്തെ എപ്പോൾ ആരോട് പ്രാർത്ഥിച്ചു അതാണ് വിശദീകരിച്ചത്. ഇനി ആരോടൊക്കെ പ്രാർത്ഥിച്ചു ആ വിഷയത്തിലും രണ്ടു കൂട്ടരും അന്തരമുണ്ട്. ജാഹിലിയത്തിലെ ആളുകൾ പ്രാർത്ഥിച്ചത് ഉനാസൻ മുഖറബീന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം നൽകപ്പെട്ട മനുഷ്യന്മാരോടാണ്. എന്ന് പറഞ്ഞ ആരോടാ? ശൈഖിനെ വിശദീകരിച്ചു. നബിയൻ, ഈസാ നബിയെ പോലെ നബിമാരായ ആളുകളോട്. വലിയൻ, വലിയായ ആളുകളോട്, നൂഹ് നബിന്റെ കാലഘട്ടത്തിലും അതുപോലെ തന്നെ മുശ്രിക്കുകൾ തന്നെയും. ഇബ്രാഹിം നബിയോട് ഇസ്മായിലിനോട് വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഈസാ നബി പോലുള്ള പ്രവാചകന്മാരോട്, അതുപോലെ തന്നെ സാലിഹ്യങ്ങളാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ള ആളുകളോട്, വലിയകളോട്, അതുപോലെ മലക്കുകളോട്, ഇവരോടൊക്കെയാണ് അവർ പ്രാർത്ഥിച്ചത്. ഒന്ന്. രണ്ടാമത്തതോ ഔ യദ്ഉന അഹ്ജാറൻ വ അശ്ജാറൻ, പിന്നെ പ്രതിമകളോടും ആരാധിച്ചിട്ടുണ്ട്. ആ പ്രതിമകൾ എന്തുകൊണ്ടുണ്ടാക്കിയതാ? കല്ലുകൾ കൊണ്ടോ മരങ്ങൾ കൊണ്ടോ ഉണ്ടാക്കിയതാണ്. അമ്പിയാക്കളും ഔലിയാക്കളും മലായിക്കത്തും എന്ത് ചെയ്യൂല? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യൂല. ഓല് തൗഹീദ് അനുസരിച്ച് ജീവിച്ച ശിർക്ക് ചെയ്യാത്ത നല്ല മനുഷ്യന്മാരാണ് ദുആ ചെയ്തത്. പിന്നെ രണ്ടാമതോ കല്ലും മരവും ശിർക്ക് ചെയ്യാത്ത സാധനങ്ങളാണ്. മനുഷ്യരല്ലാത്ത ജിന്നുകളുമല്ലാത്ത ലോകത്തുള്ള ഒരു സാധനവും, ജീവിയാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, മണലാകട്ടെ, എന്താകട്ടെ, ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഭൂലോകത്ത് ആകാശത്തിന്റെ ഇടയിലായി ഭൂമിയിലുള്ള മനുഷ്യരും ജിന്നുകളുമല്ലാത്ത ഒന്നും ശിർക്ക് ചെയ്യുന്നില്ല. എല്ലാം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, തസ്ബീഹ് നടത്തുന്നുള്ളൂ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. അപ്പോ ഇവർ കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചു. അപ്പൊ ആ കല്ലും മരവും ആരാ? മുതീഅ ലില്ലാഹി തആല ലൈസ ബിആസിയ. ഇവർ ആരാധിച്ച കല്ലും മരവും അള്ളാഹുവിനെ അനുസരിക്കുന്ന വസ്തുക്കളാണ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവരല്ല. അപ്പൊ ഒന്നുകിൽ നല്ല നല്ല മനുഷ്യന്മാരെ, അല്ലെങ്കിൽ ശിർക്കോ തിന്മയോ ചെയ്യാത്ത കല്ലും മരവും പോലുള്ള സാധനങ്ങളെയാണ് അവർ ആരാധിച്ചത്. അപ്പൊ രണ്ടും അള്ളാന്റെ അടുക്കൽ ശിർക്കില്ലാത്ത കുറ്റമില്ലാത്ത ആൾക്കാരാണ്. അപ്പൊ നല്ലവരെയും നല്ല വസ്തുക്കളെയും ആരാധിച്ചു. ഈ രണ്ടു കൂട്ടരും ഇത് ഔലിയാക്കളും നബിമാരും ആയ ആളുകൾ എന്താണ്? അള്ളാന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ള ആളുകളാണ്. ഇനിയോ ഈ പറയപ്പെട്ട ആളുകൾ തമ്മാടിത്തം കൊണ്ടോ തോന്നിവാസം കൊണ്ടോ അറിയപ്പെട്ട ജീവികളോ വസ്തുക്കളോ അല്ല ഔലിയാക്കളും സാലിഹ്യങ്ങളും മലക്കുകളും കല്ലും മരവുമൊന്നും. എന്നാൽ അഹ്ലു സമാനിന, നമ്മുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ യദ്ഊന മഅല്ലാഹ്, അവർ അള്ളാഹുവിനോടൊപ്പം ദുആ ചെയ്യുന്നത് മിൻ അഫ്സഖിൻ നാസി, ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ തമ്മാടികളെയാണ്. തമ്മാടി എന്നറിയാൻ കാരണം ഒന്നുകിൽ ഇവർ ശിർക്ക് പ്രോത്സാഹിപ്പിക്കുന്നു, ജാറം മുൻകൂട്ടി ഉണ്ടാക്കി വെക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ട സംസാരങ്ങൾ നടത്തുന്നു. അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേറെ കുറെ ശൈത്താന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ ആളുകൾ വയത് വന്നത് ഇയാൾക്ക് ഇന്ന പോരിശുണ്ട് എന്ന് പറഞ്ഞെടുക്കുന്നു. അപ്പൊ ഇവരക്കാരാ? തമ്മാടികളാണ്. തമ്മാടി എന്നാൽ കൽപ്പനക്കെതിര് പ്രവർത്തിക്കുന്നവെന്നാണ്.
അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഖുർആാനിന്റെയും ഹദീദിന്റെയും കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവനാണ് തമ്മാടി. അവൻക്കാണ് ഫാസിഖ് എന്നറിയ. ഇവിടെ ഉപയോഗിച്ച വാക്ക് അഫ്സഖിന്നാസ്, ജനങ്ങളിൽ വെച്ച് പെരുന്തമ്മാടികളായ ആളുകളെയാണ് ഈ ആളുകൾ ദുആ ചെയ്യുന്നത്. അതുണ്ടാവും, അല്ലാത്തതും ഉണ്ടാവും. ഇത് സാലിഹ്യങ്ങൾ വിളിച്ചു കാത്തിക്കുന്നുണ്ട്, ഇവർ ബദരീങ്ങൾ വിളിച്ചു കാത്തിക്കുന്നു. ബദരീങ്ങൾ ഫാസിഖല്ല. ബദരീങ്ങൾ നേരത്തെ പറഞ്ഞ ഔലിയാക്കന്മാരാണ്. മുഹമ്മദ് നബി ആരാധിക്കുന്നു, അതുകൊണ്ട്. എന്നാൽ കൂടുതൽ ആരാ? നബിയോടോ ബദരീങ്ങളോടോ വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ മുക്കിന് എന്തുണ്ട്, ജാറങ്ങളുണ്ട്. ഈ ജാറങ്ങളിൽ കിടക്കുന്ന ആളുകളാരാ? പേരറിയാത്തവരാണ്. ഇപ്പൊ പൊന്നാനി ഒന്നുണ്ട്. പൊന്നാനി എന്താണ്, മൊനമ്പത്ത ബീവി. ഈ മൊനമ്പത്ത ബീവിനെ കുറിച്ച് ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട് അക്കാലഘട്ടത്തിൽ. നമ്മളെ മരിച്ചുപോയി NP അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ല. അദ്ദേഹം ഈ മൊനമ്പത്ത ബീവിനെ കുറിച്ച് പാടിയ, അവരുണ്ടാക്കിയ പാട്ട് മൂപ്പരങ്ങനെ ഈണത്ത് പാടും. എന്താണ്? ഊരും പേരറിയില്ല, മശുഹൂറും കുറവില്ല, ബഹുമാനപ്പെട്ടവരൊക്കെ പെറ്റ നാട് എന്നാണ്. അതായത് ഊരും പേരും അറിയില്ല. ഈ മൊനമ്പത്ത ബീവിന്റെ നാട് ഏതാണ്, പേരെന്താണ്? കാരണം കടലിൽ കൂടി ഒലിച്ചു വന്നൊരു ശവാൻ. ഇത് മുസ്ലിമാണോ ഹിന്ദു ആണോ ഏത് ജാതിയാണ് എന്നൊന്നും തിരിച്ചറിയാത്തൊരു സാധനം. ഏത് നാട്ടിൽ നിന്ന് അറിയില്ല. കടലിൽ കൂടി ഇങ്ങനെ ഒലിച്ചു വന്നപ്പോ അത് എടുത്തിട്ട് അവിടെ മൊനമ്പത്ത് ഒരു ജാറുണ്ടാക്കി. അപ്പൊ ഇവര് മധുരായിട്ട് പറയാണ്, ഊരെന്ന നാട്, ഊരും അറിയില്ല, പേരും അറിയില്ല, എന്നാൽ മഷഹൂർ ഒട്ടും കുറവില്ല. കാരണം എന്താ? ബഹുമാനപ്പെട്ടവരൊക്കെ പെറ്റ നാട് എന്നാണ്. ഈ നാട്ടിൽ ജനിച്ചവരൊക്കെ ബഹുമാനപ്പെട്ടവരാണ്. അപ്പൊ ബഹുമാനപ്പെട്ടവരുടെ നാട്ടിൽ കരക്കണിഞ്ഞ ശവമായതുകൊണ്ട് ഇതിന് ബഹുമാനമുണ്ട്. ആരാ ബഹുമാനപ്പെട്ടവർ? ഉമർ ഖാദി. ഏത് ഉമർ മൗലിയല്ല, പൊന്നാനി പണ്ടത്തെ ഉമർ ഖാദി, അതുപോലെ തന്നെ മഖ്ദൂമികൾ, ഇവരൊക്കെ ആരാ? ബഹുമാനപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ടവരുടെ നാട്ടിലുള്ള പൂരുഷമുണ്ട് എന്നാണ്. അപ്പൊ ഇങ്ങനെ ഊരും പേരും അറിയാത്ത, മുസ്ലിമാണോ എന്നറിയാത്ത, അതുപോലെ തന്നെ കുപ്പസ്വാമി എന്നോ കുപ്പുസ്വാമി എന്നോ പറയുന്ന ഉടുക്കാതെ അർദ്ധനഗ്നനായി നടന്നിരുന്ന മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹം ചത്തപ്പോ ഹിന്ദുക്കളാരേന്റെ പിന്നാലെ വന്നില്ല, മാപ്പിളാര് ഏൽപ്പിക്കാനായ ആൾക്കാർ ജാറുണ്ടാക്കി. അവിടെ ആ നാട്ടുകാരനായ ഒരു സെൽഫിയുണ്ട്, ഒരു നദിവിയാണ്. അയാൾ അതിനെ കുറിച്ച് ലേഖനം എഴുതിയിരുന്നു മുമ്പ്. അയാളെ നാട്ടുകാരനെ ആൾക്കറിയാം, ഈ കുപ്പസ്വാമിനെ അറിയാം, അവിടെ ഉണ്ടായ പ്രശ്നങ്ങളും അറിയാം. അപ്പൊ ഇങ്ങനെ തമ്മാടികളെ ആണ് പലപ്പോഴും ഇവർ ആക്കുന്നത്. വല്ലദീന യദ്ഊനഹും ഹുമുല്ലദീന യഹ്കൂന അൻഹും അൽ ഫുജൂറ മിനസ്സിന വസ്സിരിഖ വതർക്കി സ്വലാത്ത് വഗൈരി ദാലിക. ഇവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ തന്നെ ഉദ്ധരിക്കുന്നു, അവർ വ്യഭിചാരം, കളവ്, നമസ്കാരം ഒഴിവാക്കുക, ഇതല്ലാത്ത തമ്മാടിത്തങ്ങൾ ചെയ്തവരാണ്. ഇപ്പൊ ലോകത്ത് ഇവിടെയുള്ള എല്ലാ ജാറങ്ങളിലുള്ള ആളുകളുടെ പേരിൽ മൗലൂദും പുസ്തകവും ഇവരെന്നെ എഴുതിയിട്ടുണ്ട്. വഹാബി എഴുതിയതല്ല, ഇവര് തന്നെ എഴുതിയ ഓരോ ജാറങ്ങളെ കുറിച്ചുമുള്ള ബുക്കനുണ്ട്. ഓരോന്നിനെ കുറിച്ച് വേറെവരുണ്ട്. മൊത്തത്തിൽ വലിയ ജാറങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, ജാറങ്ങൾ എന്താണ് പേരിൽ അതിൽ നടന്നിട്ട് അതിന്റെ ചരിത്രമൊക്കെ എഴുതിയ പുസ്തകങ്ങൾ എത്രയുണ്ട്. അപ്പൊ അതിൽ തന്നെ അവർ ഉദ്ധരിക്കുന്നത് എന്താ? നിസ്കരിക്കാറുണ്ടായിരുന്നില്ല, മൂത്രമൊഴിച്ചാൽ കഴുകാറുണ്ടായിരുന്നില്ല, ഇതൊക്കെ ഇവരെ എഴുതിച്ചിട്ടുണ്ട്. നോമ്പുൽക്കാറുണ്ടായിരുന്നില്ല, നോമ്പ് നോറ്റവനെ കൊണ്ട് വീടി വലിപ്പിച്ചു, ഇതൊക്കെ ഇവരെ എഴുതിച്ചാൻ. അപ്പൊ അത് വേറെ ആരും പറയുന്നതല്ല. ഇങ്ങനെയുള്ള തോന്നിയാ നിസ്കരിക്കാത്ത മുസ്ലിമാവോ? കാഫറാൻ. പിന്നെ കളവ് നടത്തി, അതുപോലെ തന്നെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ഇങ്ങനെ ഇവർ തന്നെ എഴുതിയ കഥകൾ ഉണ്ട്. അങ്ങനെയുള്ള തമ്മാടികളെയാകുന്നു ഇവർ വിളിച്ചാച്ചുവെന്ന്. വല്ലദീ യഅ്തഖിദു ഫി സ്വാലിഹ് വല്ലദീ ലാ യഅ്സി മിത്ലൽ ഹസബി വൽ ഹജർ. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളിൽ വിശ്വസിക്കുന്നവൻ, വല്ലദീ ലാ യഅ്സി, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരാവാത്തവും, മിത്ലിൽ ഹസബി വൽ ഹജർ, കല്ലും മരവും പോലുള്ള ഇത്തരം വസ്തുക്കളെയും അവരാ രണ്ടുണ്ട്. നേരത്തെ പറഞ്ഞ വള്ളി, നാട്ടുകല്ല്, ഇതുപോലെ കല്ലും വള്ളിയൊക്കെ ആരാധിക്കുന്നു, അതുകൊണ്ട്. ഇത് അഹ്വനു മിമ്മൻ യഅ്തഖിദു ഫീമൻ യുശാഹദു ഫിസ്ഖുഹു വഫസാദുഹു വയുശ്ഹദു ബിഹി. അപ്പോ ജാഹിലിയത്തിൽ ആളുകൾ സാലിഹ്യങ്ങളെ ആരാധിച്ചു, കല്ലും മരവും ആരാധിച്ചു. ഇവരെക്കാൾ ഗൗരവം കുറഞ്ഞതാണ് അവരുടെ ജാഹിലിയത്തിൽ ആളുകളുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഈ ആളുകൾ, ഇന്നത്തെ ആളുകളാകട്ടെ, യുശാഹദു ഫിസ്ഖുഹു, ഇവർ ചെയ്യുന്ന തമ്മാടിത്തങ്ങൾ കാണപ്പെടുന്നു, വഫസാദുഹു, അവരുടെ തകരാറുകൾ എന്ത് എന്നതും കാണപ്പെടുന്നതാണ്, വയുശ്ഹദു ബിഹി, അതുകൊണ്ട് സാക്ഷിയാക്കപ്പെടുന്നു അല്ലെങ്കിൽ കാണപ്പെടുന്നുമൊക്കെ. അപ്പൊ കാണുന്ന സാക്ഷികളായ, സാക്ഷിയാക്കപ്പെടുന്ന ആളുകൾക്കറിയുന്ന, അവർ തന്നെ രേഖപ്പെടുത്തിയ തമ്മാടിത്തങ്ങൾ ചെയ്ത ആളുകളെയാണ് ഈ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉടുക്കാത്ത തങ്ങൾ, മെഡിക്കൽ കോളേജിന്റെ അടുത്ത് തുണി ഉടുക്കാതെ നടക്കുന്ന ഒരാളുണ്ടായിരുന്നു, ചത്തുപോയി. മെഡിക്കൽ കോളേജിന്റെ അടുത്ത് മാവൂർക്ക് പോകുമ്പോ റഹ്മാനിയ സ്കൂൾ കഴിഞ്ഞിട്ട് ഇറക്കിറങ്ങുമ്പോ അവിടെ എപ്പോഴും കാണാം ഒരു വട്ടത്തിലുള്ളൊരു സാധനം, റൗണ്ടിൽ ഒരു സാധനം ഉണ്ട്. പണ്ട് മരത്തിന്റെ, ഇപ്പൊ വേറൊരു കൊലത്തുണ്ടാക്കിയിട്ടുണ്ട്. അയാൾ ഒരു തുണി എടുക്കില്ല, ഒരു തുണി എടുക്കാത്ത മനുഷ്യൻ പള്ളിന്റെ അവിടെ ഉണ്ട്. ആളുകൾ ഒന്നും എടുത്ത് കാറി കുറച്ച് തുപ്പുന്ന വെള്ളം എടുത്തിട്ട് കുടിക്കുന്നു. അയാൾ ഇവരെ തങ്ങളാണ്, ഭ്രാന്തനാണ്. അപ്പൊ ഈ ആദ്യ ഭ്രാന്തന്മാരെ, അയാളെ പണ്ടേരല്ല, അയാൾക്ക് ഭ്രാന്താണ്. ഭ്രാന്തായ ഇയാളെ വലിയ ഔലിയാക്കിയാലോ. ഇപ്പൊ ഈ മണ്ണാർക്കാട് ഭാഗത്തുള്ള കൊടക്കാട് തങ്ങൾ എന്നറിയപ്പെടുന്ന ആറ്റക്കോയ എന്ന് പറയുന്ന ഹാമിദ് അലി, ഹാമിദ് പേര് ആറ്റക്കോയ പിന്നുണ്ടാക്കിയാണ് തങ്ങളാൻ വേണ്ടിയിട്ട്. പോയാലും തങ്ങളാവല്ലോ ഈ കൊടക്കാട് തങ്ങൾ. അയാളെ ഇപ്പൊ അടുത്തിട്ട് വന്നില്ലേ, ഈ തേന് കൊടുത്തിട്ട് ആൾക്കാരോട് പറഞ്ഞു, ആ കൂട്ടത്തിൽ ഹിന്ദുക്കളുണ്ട്, ഹിന്ദുക്കൾ പറഞ്ഞു നിങ്ങള് ഗുരുവായൂരപ്പനെ ഓർത്തിട്ട് തേൻ കുടിച്ചാൽ മതി. ഇന്നിപ്പോ ഇവരെ കൂടെ തന്നെ ഉള്ള ഒരാള്, ഒരു ചങ്ങായി, ഒരു യൂട്യൂബറാണ്,
ഒരാളാണ്, ഈ സമസ്തന്റെ അതിൽപ്പെട്ട ഒരാളാണ്. അയാള് ഇതിട്ടിട്ടുണ്ട്, പെണ്ണ് ഉംറക്ക് ആൾക്കാരെ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് ഫാത്തിഹ ഓതിക്കുന്നു. ഇയാള് ഫാത്തിഹ ഓതുന്നുണ്ട്. മുമ്പ് ഇയാളെ ബാച്ചിൽ ഉംറക്ക് പോയ ആളുകൾക്ക് വേണ്ടി അപ്പം കൂടുതലുള്ള ആളുകൾ കൊണ്ട് ഫാത്തിഹ ഓതിക്കുക പാർസലയക്കാൻ. ഏത് മത്താഫിൽ വെച്ചിട്ട് ഫോട്ടോ കണ്ടറിയാം, മത്താഫിലാണ് ഈ ഫാത്തിഹ. ഇയാള് ഫാത്തിഹ ഓതുന്ന തെറ്റാ, ഫാത്തിഹ മര്യാദയ്ക്ക് ഓതാൻ അറിയില്ല. അയാളെ പിന്നിൽ 10,000 ഉണ്ട്. വേറെത്തന്റെ ഒരു ക്ലിപ്പുണ്ട്, ഇയാള് ഉംറക്ക് പോയതാണോ, ഇയാളെ എന്നിട്ട് 2 ഫോട്ടോ കാണിക്കുന്നുണ്ട്. താഴത്ത് ഇയാളുടെ മൊട്ടത്തല, കഷണ്ടിയായ തല. ഇപ്പൊ നല്ല മുടിയുണ്ട്, ഇപ്പൊ പുതിയതിലൊക്കെ പുതിയ മുടി കാണാം, നല്ല മുടിയും ബാക്കോട്ട് ഇങ്ങനെ നീട്ടിയിട്ട്. അപ്പൊ എന്താ ഇയാള് വിഗ് വെച്ചതാണ്. അപ്പൊ ഈ ബ്ലോഗർ ചോദിക്കുകയാണ്, മുടി വെക്കാൻ പാടുണ്ടോ, ഉതിർത്താ ശരിയാവോ, ഇനി പോട്ടെ ഉംറ ചെയ്താൽ മുടി വെട്ടുകയോ കളയുകയോ ചെയ്യണം, വിഗിലുള്ള മുടി ആ വെച്ച മുടി വെട്ടിയാലോ തഹല്ലുലാവോ, ഇതൊന്നും അറിയാത്ത ഇയാൾ എന്തിനാണ് ഈ ആളുകളെ കൊണ്ട് എന്ത് തങ്ങളാണ് എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ ജാതി തമ്മാടികളെയാണ് എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ആളുകൾ അള്ളാഹുവിന്റെ ആളുകളായി ഔലിയാക്കന്മാരായി വിശ്വസിക്കുന്നത്. ആരാധിക്കുന്ന സന്ദർഭവും ആരാധിക്കപ്പെടുന്ന ആളുകളും തമ്മിലുള്ള വ്യത്യാസം. ജാഹിലിയത്തിലുള്ള ആളുകൾ എന്താണ്, ഔലിയാക്കളും മലക്കുകളും സാലിഹ്യങ്ങളാണ്. അവർ ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണ്. ഈ കല്ലും മരവും അതിനെ നിന്ദിക്കേണ്ട കാര്യമല്ല, കാരണം അള്ളാന്റെ തൃപ്തിയാണ്, പാപം ചെയ്യുന്ന വസ്തുവല്ല, നമുക്ക് ഉപകാരപ്പെടും. എന്നാൽ ഈ പറയുന്ന ഇവരെ കൂട്ടത്തിൽ അമ്പിയാക്കളെയും ഔലിയാക്കളെയും അല്ലാതെ അതിന്റെ പുറത്ത് പ്രാർത്ഥിക്കപ്പെടുന്ന ഈ ആളുകൾ ഒരു പാപികളാണ്. ഈ ആളുകളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്, തമ്മാടിയെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് കുറ്റകരമായ കാര്യമാണ്. ഈ ആളുകളെ എങ്ങനെ കോടതിയിൽ വിധേയമാക്കുകയാണെങ്കിൽ ഇവർക്ക് ഇസ്ലാമിലെ ശിക്ഷാ നടപടി വിധേയമാക്കണം. അപ്പൊ ഹദ് നടപ്പിലാക്കേണ്ട ആളുകളെയാണ് ഇവർ ബഹുമാനിക്കുന്നത്. ഇനി ജാഹിലിയത്തിൽ ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അവരെ അവർ ബഹുമാനിക്കുന്നു. ശിർക്ക് എന്ന കാര്യം ഒഴിവാക്കിയാൽ, ശിർക്ക് എന്ന കാര്യം ഒഴിവാക്കുകയാണെങ്കിൽ ആ ബഹുമാനം നല്ലതാണ്. കാരണം എന്താ, നല്ല മനുഷ്യന്മാരെയാണ് ബഹുമാനിച്ചത്. ശിർക്ക് ചെയ്തു എന്നുള്ളത് ആ ബഹുമാനം ശിർക്കാണ്, വലിയ ശിർക്കാണ്, ഇസ്ലാമിൽ പുറത്തു പോകുന്നതാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഇവർ ബഹുമാനിച്ചത് ശിക്ഷിക്കപ്പെടേണ്ട, അടി കിട്ടേണ്ട, കയ്യ് വെട്ടേണ്ട, 100 അടിക്കും എറിഞ്ഞു കൊല്ലാനൊക്കെ വകുപ്പുള്ള ആളുകളെയാണ് ഇന്നത്തെ ആളുകൾ ഔലിയാക്കന്മാരായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ചുരുക്കത്തിൽ ഇവർ 2 കൂട്ടരും ഒരുമിക്കുന്ന ഒരു സംഗതി ഉണ്ട്. അതേതാ, 2 കൂട്ടരും ചെയ്തത് ശിർക്കാണ്. രണ്ടും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. അതിൽ യോജിക്കുന്നു. എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ 2 മേഖലകളിലും ഈ ആളുകൾ വിയോജിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അവർ തമ്മിൽ യോജിപ്പില്ല. യോജിക്കുന്ന ഒരു മേഖലയുള്ളൂ, അവർ ചെയ്തതും ശിർക്കാണ്, ഇവർ ചെയ്തതും ശിർക്കാണ്. പക്ഷെ അതിന്റെ ഖനം നോക്കുമ്പോ, വെയിറ്റ് നോക്കുമ്പോ എന്താണ്, അവരുടേത് ലഘുവാണ്, ഇവരുടേത് ഗൗരവപ്പെട്ടതാണ്. രണ്ടും ഇസ്ലാം പുറത്തു. പിന്നെ ഈ പറഞ്ഞ അന്തരങ്ങളും. ഇതുകൊണ്ടാണ് ശൈഖ് പറഞ്ഞത്, ആരാണ് കൂട്ടത്തിൽ മെച്ചം? കൂട്ടത്തിൽ വെച്ചാൽ ഷിർക്കിൽ അഹഫായത്. അപ്പൊ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ കൊടിയ മുശ്രിക്കുകൾ എന്ന് എല്ലാ സലഫി പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള ഈ ആളുകളെ ഇവരും മുസ്ലിങ്ങളാണ് എന്ന് പറയുകയും അതിന് ക്ലാസ് എടുക്കുകയും അതിന് യൂട്യൂബിലും ഈ വാട്സപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ എങ്ങനെ അതിനുവേണ്ടി സമയവും ഊർജവും ചെലവാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി എഴുതിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഗതി എന്താണ്? എങ്ങനെ ഈ ആളുകളുടെ ശിർക്കല്ല, അവർക്ക് എതിറുണ്ട്, അവർ മുസ്ലിങ്ങളായി പരിഗണിക്കണം എന്ന് പറയാൻ എന്ത് വകുപ്പാണുള്ളത്? അങ്ങനെയാണെങ്കിൽ ഈ ഉതിർ കൊടുക്കേണ്ടത് ആർക്കാ? ഇവിടുത്തെ ഖുറാഫി ഖുർആൻ ഓതുന്നു, ഹദീസ് ഓതുന്നു, ഖുർആൻ ഹിഫ്ളാക്കിയിട്ടുണ്ട്, ഹദീസ് ഹിഫ്ളാക്കിയിട്ടുണ്ട്, അറബിയിൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇതൊക്കെ അറിയാം, ഖുത്ബ നടത്തുന്നു, ദർസ് നടത്തുന്നു, ഇമാമത്തുക്കുന്നു. ഈ ആളുകൾക്ക് ഉതിർ കൊടുക്കാമെങ്കിൽ ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എന്തുകൊണ്ട് ഉതിർ കൊടുത്തുകൂടാ? ഓല കാഫറാന്ന് പറയാൻ പറ്റുമോ? ഓൻ ഖുർആൻ ഓദിക്കണോ, ഹദീസ് ഓദിക്കണോ? പാരമ്പര്യമായിട്ട് ഏതെങ്കിലും മുസ്ലിമിന്റെ മകനായി ജനിച്ചവനാണോ? അല്ലതൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഉതിർ കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ഹിന്ദുക്കൾക്കും ഉതിറുണ്ട്. അവരെക്കുറിച്ച് കാഫിർ എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഇവരുടെ മതപ്രകാരം മുശ്രിക്ക് എന്ന വാക്ക് ഉപയോഗിക്കില്ല. ഈ പറയുന്ന ശവത്തെ ആരാധിക്കുന്ന കെലിമ ചൊല്ലിയ മാപ്പിളമാർക്ക് അവരെ മുസ്ലിമാക്കാൻ വകുപ്പുണ്ടെങ്കിൽ മറ്റവരെ മുസ്ലിമാക്കണ്ട, കാഫിർ എന്ന് വിളിക്കുന്ന അന്യായല്ലേ? കാരണം എന്തൊന്നും പഠിച്ചില്ല, പിന്നെ അവനങ്ങനെ